الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما كنت تتلو وما تكون في شأن وما تتلو منه من قرآن وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم يا من نلوذ به عما أحاذره يا من ننادي اسمه في السلم والنقم يا من نمد له في كل معضلة يد الضراعة في الإصباح والظلم سألتك الله قصرا لا نظير له في جنة الخلد أعلى عالي القمم الجار أحمد والأصحاب رفقته يا ربي يا مولاي يا واسع الكرم അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് മുഖേന ഈ നാദാപുരത്ത് ഏതാനും ദിവസങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള പ്രദർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട ദഅ്വ പ്രവർത്തനങ്ങളുടെയും ഒരു സമാപന സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദിയിലും സദസ്സിലും അത്
അതുപോലെ തന്നെ വിദൂര ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നുമെല്ലാം ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ശ്രോതാക്കളെയും അവന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ പാപങ്ങളും അവൻ പുറത്തു തന്ന് എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പരലോകത്ത് സജ്ജനങ്ങൾക്കായി ഒരുക്കിവെക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തേക്ക് ഇടം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സന്തോഷത്തോടുകൂടെയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം മുജാഹിദുകൾ ധാരാളം ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയ വളരെയേറെ ആളുകൾക്ക് അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം പ്രദാനം ചെയ്ത ഒരു മഹത്തായ സംഭവം ഇവിടെ നിന്നുകൊണ്ട് നാം ഏവരും ഓർക്കുകയാണ്. അർഹമുർ-റാഹിമീനായ റബ്ബിന്റെ ഏറ്റവും വലിയ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളക്കണക്കിന് പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ സംഗമങ്ങളും നമ്മുടെ സെമിനാറുകളും നമ്മുടെ എക്സിബിഷനുകളും നമ്മുടെ ഡോർ ടു ഡോർ പ്രചരണ സംവിധാനങ്ങളും സർവശക്തനായ അല്ലാഹുവിന്റെ മഹത്തായ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട് മാനവ സമൂഹത്തിന് യഥാർത്ഥമായ ദിശാബോധം പ്രദാനം ചെയ്തുകൊണ്ട് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം ലഭിക്കണം, ആ ഒരു വലിയ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രതീക്ഷയും അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ് സഹോദരങ്ങളെ നമ്മളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവ സമൂഹമായ മനുഷ്യരായ നമ്മളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നമ്മുടെ മാതാപിതാക്കൾ വന്നത്, ഈ ഭൂമിയിലേക്ക് വന്നത് മഹാനായ ആദം അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹ, ഇവർ ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്നാണ്. ആ സ്വർഗ്ഗലോകത്ത് നിന്ന് അവർ താമസിക്കുന്നതിനിടയ്ക്ക് വൈകാരികമായ ചില വസ്തുവാസിലകപ്പെട്ട് അവർ പുറത്തു പോരേണ്ടി വന്നു എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ആ പുറത്തു പോരേണ്ടി വന്ന യഥാർത്ഥമായ കാരണങ്ങൾ ഇസ്ലാം കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചും തന്നിരിക്കുകയാണ്. ഈ നിലക്ക് മാനവ സമൂഹത്തിന്റെ മാതാപിതാക്കളുടെ തറവാട് സ്വർഗമാണ്. ആ സ്വർഗം, അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള മാർഗം അറിയിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഈ ഭൂമിയിലേക്ക് അയച്ചത്. നിങ്ങൾ ഭൂമിയിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവോ
അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്ന ഏറ്റവും മഹത്തായ സത്യത്തിന്റെ സന്ദേശം അതേ അവസരത്തിൽ ആ മാർഗദർശനത്തെ എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹുദയെ ആര് നിഷേധിക്കുകയും തള്ളിക്കളയുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് കഠിനകഠോരമായ നരകശിക്ഷയുണ്ടാകുമെന്നും ആ നരകത്തിൽ അവർ ശാശ്വതമായി വഹിക്കേണ്ടി വരുമെന്നും വളരെ കൃത്യമായി തന്നെ ഈ സമൂഹത്തോട് പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് തറവാടിലേക്ക് നമ്മൾ മടങ്ങണം, തറവാട്ടിലേക്കുള്ള മടക്കമാണ് വേണ്ടതെന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കും പറയാനുള്ളത് അതാണ്. മാനവ സമൂഹത്തിന്റെ ആദിമ മാതാപിതാക്കൾ താമസിച്ച ഒരു തറവാടുണ്ട്. ആ തറവാടാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന് പറയുന്ന ലോകം. ആ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ മുഴുവൻ മാനവ സമൂഹത്തോടും അല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മാർഗദർശനങ്ങളെ യഥാർത്ഥമായ നിലക്ക് നിങ്ങൾ ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ വളരെ വിനയത്തോടുകൂടെ പിൻപറ്റുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചതെല്ലാം സ്വർഗത്തിലേക്ക്. അവർക്ക് ഭയമേതുമില്ല, ദുഃഖമേതുമില്ല. അതേ അവസരത്തിൽ എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹുദയെ മാർഗദർശനങ്ങളെ ആര് തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് കഠിനകഠോരമായ ശിക്ഷയുണ്ടാകുമെന്ന് വളരെ ഗൗരവത്തോടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യന്മാര് മുഴുവനും. വിശ്വാസികളെ ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനയിൽ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വർഗം നമുക്ക് ലഭ്യമാകണം. അതിനെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അതിന്റെ കാരണങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. നിശ്ചയമായും സത്യവിശ്വാസം സ്വീകരിച്ചവർ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ആരാണോ യഥാർത്ഥത്തിലുള്ള ഈമാനുള്ളവർ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്കാണ് അല്ലാഹു അത്യുന്നതമായ ഫിർദൗസിൽ വിരുന്നൊരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ അവർ ശാശ്വത നിവാസികളാണ്. അതേ സഹോദരന്മാരെ, ഇതേ ആശയത്തിലുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ, ആ സ്വർഗം ലഭ്യമാകാൻ നമുക്ക് അനിവാര്യമായി ആവശ്യമുള്ളത് ആ സ്വർഗത്തിൻ്റെതായ പാതയിലേക്ക് തിരിച്ചു ചെല്ലാൻ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തലാണ്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കാനാണ്, അത് ലോകത്തിന് നിരന്തരമായി പഠിപ്പിക്കാനാണ്. മഹാന്മാരായ പ്രവാചകന്മാര് നിരന്തരമായി ലോകത്ത് വന്നുകൊണ്ടിരുന്നത്. ആ പ്രവാചകന്മാർ അവരുടെ അവസാനം കുറിച്ചു കൊണ്ടുവന്ന മഹാനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ സംസ്കരിച്ചെടുത്തു. അവർക്ക് യഥാർത്ഥമായ മാർഗദർശനം ഏതാണെന്ന് കാണിച്ചു കൊടുത്തു. അതിനെന്താണ് അവിടുന്ന് സ്വീകരിച്ചത്? അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിശുദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. അതിന്റെ വിശദീകരണം അവരെ പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മുഴുവനും അവിടുന്ന് നൽകി. അല്ലാഹുവിന്റെ ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു. അതിനാവശ്യമായ നിലക്കുള്ള ഏതൊക്കെ വിവരണങ്ങൾ, ഏതൊക്കെ സംശയ നിവാരണങ്ങൾ, ഇതെല്ലാം സന്ദർഭങ്ങളിൽ ആവശ്യമാണോ അതെല്ലാം ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിശദീകരിച്ചു കൊടുക്കാവുന്ന നിലക്ക് അവിടുത്തേക്ക് റബ്ബുൽ ആലമീൻ വഹിയും കൊടുത്തു. വിശുദ്ധ ഖുർആൻ അല്ലാത്ത വഹികളും അവിടുത്തേക്ക് നൽകി. ഫഅൻസൽനാ ഇലൈക الذِّكْرَ لِتُبَيِّنَ لِلنَّاسِ مَا نُزِّلَ إِلَيْهِمْ وَلَعَلَّهُمْ يَتَذَكَّرُونَ. അല്ലാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഈ ഉത്ബോധനത്തെ അഥവാ ഖുർആനിനെ നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചു തന്നു.
ലിതുബയ്യിന ലിന്നാസി, നബിയെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി മാനുഷികയിലെയും അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് വിശുദ്ധ ഖുർആനെന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അതിന്റെ വിവരണം എങ്ങനെ വിശദീകരിച്ചു കൊടുക്കണമോ അത് റബ്ബിന്റെ ശരിയായ നിർദ്ദേശപ്രകാരം മഹാനായ റബ്ബുൽ ആലമീൻ അറിയിച്ചു കൊടുത്ത പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അത് കൃത്യമായി നേരിൽ കാണാനും അത് കേൾക്കാനും അത് അറിയാനും സൗഭാഗ്യം സിദ്ധിച്ച സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സലഫുകൾ എന്നറിയപ്പെടുന്ന മഹാന്മാരായ സ്വഹാബത്ത്, അവർക്കാണത് കൃത്യമായി കേൾക്കാനും അറിയാനും പഠിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ആദ്യമായി അവസരം കിട്ടിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, അതിന് ആവശ്യമായ നിലയ്ക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത വിവരണങ്ങൾ, അവിടുത്തെ 23ഓളം കൊല്ലത്തോളം വരുന്ന അവിടുത്തെ ജീവിതത്തിലെ ഓരോ മാതൃകകളും അത് മുഴുവനും പകർത്താനും കാണാനും മനസ്സിലാക്കുവാനും അവസരം കിട്ടിയ ആ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബത്ത് അവര് വിശ്വസിച്ചതുപോലെ, അവര് ആചരിച്ചതുപോലെ, അവർ ഇസ്ലാമിനെ ഗ്രഹിച്ചതുപോലെ ഇസ്ലാമിനെ ഗ്രഹിക്കണം. അതുപോലെ തന്നെ ഈമാൻ ഉൾക്കൊള്ളണം, ഖുർആൻ മനസ്സിലാക്കണം, ഹദീസുകളെ വിലയിരുത്തണം എന്ന കൃത്യമായ ഒരു തത്വം അവര് വിശ്വസിച്ച വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെന്നാലേ നിങ്ങൾക്ക് ഹിദായത്ത് ലഭ്യമാവുകയുള്ളൂ എന്ന അർത്ഥം വരുന്ന കൃത്യമായ വചനം തന്നെയും റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പ്രവാചകന്മാരിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഖദറിലുള്ള വിശ്വാസവും എല്ലാം ശരിയാം വണ്ണം ഗ്രഹിച്ച ആ ഉത്തമ തലമുറകളിൽ, അതല്ലെങ്കിൽ ആ ഉത്തമ നൂറ്റാണ്ടിൽ ഇസ്ലാം അതിന്റെ ഇസ്സത്തോടെ തന്നെ നിലനിന്നിട്ടുണ്ട്. അവരെപ്പറ്റി അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അവരെ അല്ലാഹുവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞത് ഈ സമൂഹത്തിലെ മുമ്പന്മാരും വമ്പന്മാരുമായ സഹാബത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊണ്ടെടുത്ത് മനസ്സിലാക്കി അവരുൾക്കൊണ്ട ഈമാൻ അതിലേക്ക് കടന്നു വരുന്നവരൊക്കെയും ഹിദായത്ത് ലഭ്യമായവരാണ്. ആ ഇസ്സത്ത് വേണോ? അന്നത്തെ വിശ്വാസങ്ങളും അന്നത്തെ ഇസ്ലാമികമായ ഇസ്സത്തിലേക്ക് തിരിച്ചു ചെല്ലണമെങ്കിൽ അന്നുള്ള ഈമാൻ, അന്നുള്ള വിശ്വാസം അതിലേക്കാണ് തിരിച്ചു ചെല്ലേണ്ടത്. എന്തേ അവർക്ക് ഇസ്സത്ത് കിട്ടാൻ കാരണം? സഹോദരങ്ങളെ, റബ്ബവരെ തൃപ്തിപ്പെടാനെന്താ കാരണം? അവര് അല്ലാഹുവിനെ തൃപ്തിപ്പെടാനെന്താ കാരണം? അവര് അല്ലാഹുവിനെ ശരിക്കും അറിഞ്ഞവരാണ്. അവര് അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കി റബ്ബ് ആരാണെന്ന് പറഞ്ഞ വിധങ്ങളിലൂടെ അവര് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ അവര് മനസ്സിലാക്കി ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നുമില്ല, ഒന്നും അല്ലാഹുവിനെ പോലെയുണ്ടെന്ന് പറയാവതല്ല, അതിനെ പോലെ യാതൊന്നുമില്ല. അവനാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. അതുപോലെ തന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് ഈക്വലായി, അവന് സമാനമായി, അവന് തുല്യനായിക്കൊണ്ട് ഒരാളുമില്ലെന്ന കൃത്യമായ തത്വം ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതവർ ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. റബ്ബിനെ ശരിക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അവർ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. അതേ പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളക്കണക്കിന് ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, റബ്ബി എന്റെ രക്ഷിതാവേ, അതല്ലെങ്കിൽ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അതല്ലെങ്കിൽ അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് തുടങ്ങുന്ന ആ നിലക്ക് സർവലോക പരിപാലകനായ ഒരാളെപ്പോലെയുമല്ലാത്ത, ഒന്നിനോടും തുല്യപ്പെടുത്താനാകാത്ത, സർവശക്തിയുമുള്ള ആ സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീൻ
ഖാലിഖായ റബ്ബ്, റാസിഖായ റബ്ബ്, മാലികുൽ മുലൂകായ റബ്ബ്, ഖദീറായ റബ്ബ്, അലീമായ റബ്ബ്, മുജീബായ റബ്ബ്, ഖദീറായ റബ്ബ്, റഊഫായ റബ്ബ്, റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ്. അങ്ങനെ ശരിക്കും മനസ്സിലാക്കിയ ആ ഉത്തമരായ സഹാബത്ത് അവർക്കത് ശരിക്കും അവരുടെ ജീവിതത്തിലങ്ങ് ആണ്ട് കിടന്നപ്പോൾ, അവരുടെ ഹൃദയത്തിലങ്ങ് ഉറച്ചപ്പോൾ ഒരു പ്രാർത്ഥനകളും ആ റബ്ബിനെ വിട്ടുകൊണ്ട് ഇതര സൃഷ്ടികളിലേക്ക് പോയില്ല, മുൻകഴിഞ്ഞ മഹാത്മാക്കളിലേക്ക് പോയില്ല, പ്രവാചകന്മാരിലേക്ക് പോയില്ല, മലക്കുകളിലേക്ക് പോയില്ല, ജിന്നുകളിലേക്ക് പോയില്ല, പിശാചുക്കളിലേക്ക് പോയില്ല, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കലാചരങ്ങളിലേക്ക് പോയില്ല. മറിച്ച് റബ്ബിനെ ശരിക്കും അറിഞ്ഞ ആ ഉത്തമരായ സമൂഹം റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു. അതുപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അറിയേണ്ട വിധത്തിൽ അറിഞ്ഞു, മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കി. ആരാണ് ഹബീബെന്ന് അവർ ശരിക്കും ഹബീബിലൂടെ തന്നെ പഠിച്ചു. കൃത്യമായി അവർ മനസ്സിലാക്കി, അവർ ഉൾക്കൊണ്ടു. ആദരിക്കേണ്ട വിധം അവർ ആദരിച്ചു, ബഹുമാനിക്കേണ്ട വിധം അവർ ബഹുമാനിച്ചു. ജീവനേക്കാളെന്നത് വർത്തമാനത്തിന് ചൊറുക്കുകൂട്ടാനുള്ള പ്രയോഗങ്ങളല്ലാതെ അവരുടെ ജീവിതം കൊണ്ടവർ തെളിയിച്ചു. ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഗിരിമാല കൊണ്ട് അമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ അവർ സംരക്ഷിച്ചു. അവിടുത്തെ ആദർശത്തിന് വേണ്ടി ചോര കൊടുത്തു, ആദർശത്തിന് വേണ്ടി പണം കൊടുത്തു, സമയം കൊടുത്തു, അധ്വാനം കൊടുത്തു. അങ്ങനെ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ കൃത്യമായ ആദർശത്തെ അവർ സർവവും അംഗീകരിച്ചു പിൻപറ്റി. അങ്ങനെ അവർ ജീവിച്ചപ്പോഴാണ് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് ഇനി അവർക്കതാ ശാശ്വതമായ അതേ അരുവികളുടെ അടിഭാഗത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗലോകത്തവർ നിത്യവാസികൾ തന്നെ. ആ മഹാന്മാരാണ് ഹും സലഫു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ ഉണ്ടോ ഒന്നാമത്തെ വിഭാഗം, ഈ ഉമ്മത്തിന്റെ തലമുറ, ഈ ഉമ്മത്തിന്റെ പൂർവീകരെന്ന് പറയുന്നത് ചെന്നുമുട്ടുന്ന ആ കൃത്യമായ മഹാന്മാര്. അവർ അടിയുറച്ചു നിന്ന പാതയിൽ എനിക്കും നിങ്ങൾക്കും അടിയുറച്ചു നിൽക്കാൻ കഴിയുമോ? ലോകത്ത് ആർക്കൊക്കെ അടിയുറച്ചു നിൽക്കാൻ കഴിയുമോ? ലോകത്ത് ആർക്കൊക്കെ അതിൽ കൃത്യമായി വളരെ ശ്രദ്ധയോടെ വിനയത്തോടെ തുടരാൻ കഴിയുമോ? അവർക്ക് സ്വർഗത്തിലെത്താം, സ്വർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാം. അതേ അവസരത്തിൽ ആ ആഗ്രഹം വെറുതെ മനസ്സിൽ വെച്ചതുകൊണ്ടായില്ല. കാരണം ഈ ആഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ദുശക്തി മഹാനായ നമ്മുടെ ആദം അലൈഹിസ്സലാം എന്ന നമ്മുടെ ആദിമ പിതാവ് എന്ന ആദിമ മാതാവ് ഈ ഭൂമുഖത്തേക്ക് സ്വർഗത്തിൽ നിന്നിറങ്ങുമ്പോൾ കൂടെ ഒരു ദുശക്തി കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ ദുശക്തിയുടെ പ്രവർത്തനം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് മാനവ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ ഓ മനുഷ്യരെ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്താതെ നോക്കണേ, ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതെ നോക്കണേ. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളിൽ ഫിത്നയുണ്ടാക്കിയിട്ട് നിങ്ങൾ ആ സ്വർഗത്തിലെത്താതിരിക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുപിടിച്ച് വളരെയേറെ ശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി തന്നെ നടക്കുന്ന ശൈത്താനുണ്ട്. സൂക്ഷിക്കണേ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. ശൈത്താൻ നിങ്ങൾക്കുള്ള ശത്രുവാണ്. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണേ. അവനവന്റെ നരകത്തീരത്തോട് റബ്ബേ സമൂഹത്തോട് പറഞ്ഞു
എന്തിനാ? അവൻ കൊണ്ടുവരുന്ന വ്യതിയാനങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാൻ, ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ മോഹത്തിന് തടയുന്ന, അതിനെതിരെ നമ്മെ പിടിച്ചു വലിക്കുന്ന ശൈത്താനെന്ന ദുശക്തി, ആ ദുശക്തി നടത്തുന്ന ഏറ്റവും വലിയ ഹീനമായ ശ്രമം എന്താണ്? സർവലോക പരിപാലകന് ഏറ്റവും വെറുപ്പുള്ള സംഗതി ഏതാണോ അതിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ശൈത്താനാദ്യമായി ശ്രമിക്കുക. അതാണല്ലോ റബ്ബ് കൊടും പാതകമെന്ന് പറഞ്ഞ ഇന്നശ്ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച പാതകമാകുന്നു. അങ്ങനെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദുരന്തം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു. സർവലോക പരിപാലകനായ റബ്ബ്, അവൻ മാത്രമാണ് സൃഷ്ടാവ്, അവനാണ് അന്നദാതാവ്, അവനാണ് എല്ലാം എന്ന് അറിയുന്നവർ പോലും പ്രാർത്ഥനകൾ, ദുആകൾ റബ്ബല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സമ്പ്രദായം. അതിന് പല ന്യായീകരണങ്ങൾ അവർ നിരത്തി. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ കഴിവുകൾ സ്വന്തമായിട്ടുള്ളതാണ്. സൃഷ്ടികളോട് ആരോടും നമുക്ക് ചോദിക്കാം, അവർക്ക് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. അങ്ങനെ ഒരു പ്രത്യേകമായ ആനുകൂല്യം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിന് അറബിയിൽ സ്വമതീയത്ത് എന്നൊരു പേര് നൽകിയിട്ട് നാം വിളിക്കുന്നത് ആരോടാണെങ്കിലും അവർക്ക് നമ്മൾ സ്വന്തമായിട്ട് അവർക്ക് കഴിവൊന്നുമില്ല, എല്ലാ കഴിവും സർവലോക പരിപാലകനായ റബ്ബ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏത് സൃഷ്ടിയോടും ആ റബ്ബിനോട്, കർത്താവിനോട് ചോദിക്കുന്നതെന്തും ചോദിക്കാമെന്ന് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ സമൂഹം പറയുന്ന കാലമെത്തി. അതല്ലേ സഹോദരന്മാരെ, റബ്ബിനോട് ചോദിക്കുന്നതെന്തും സൃഷ്ടികളോടും ചോദിക്കാമോ എന്ന് ഒരു സംവാദവേളയിൽ ചോദിച്ചപ്പോൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഖണ്ഡന പ്രസംഗ പരമ്പരകളിലും ചോദ്യങ്ങൾ വന്നപ്പോൾ, അതേ റബ്ബിനോട് ചോദിക്കുന്നതെന്തും ചോദിക്കാമെന്ന അർത്ഥത്തിൽ അതേ ചോദ്യം വന്നില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന അതേ ശേഷം ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ ആവാമെന്ന മറുപടിയല്ലേ ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, എത്രത്തോളം വലിയ ഒരു അപകടകരമായ വാദമാണ് ആ പറഞ്ഞു വരത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, റബ്ബിന്റെ തൗഫീഖ് മുഖേന ഇവിടെ നടന്ന മുജാഹിദുകൾ നടത്തിയ പരമ്പരകളിലെല്ലാം പരമപ്രധാനമായി കൈകാര്യം ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. അതുകൊണ്ട് അതിലേക്ക് സുദീർഘമായി ഞാൻ പ്രവേശിക്കുന്നില്ല, ഓർമ്മകൾ പുതുക്കുകയാണ്. സ്വയം കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ എന്നാണെങ്കിൽ അബൂജഹീലടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകള് എങ്ങനെ ശിർക്കാവും, അവരെങ്ങനെ മുശ്രിക്കുകളാകും എന്ന ഒരു തർക്കവും ചർച്ചയും ഇവിടുത്തെ ഖണ്ഡന പരമ്പരയിൽ ഏത് ഖണ്ഡന പ്രസംഗത്തിലും രണ്ടു പക്ഷത്തു നിന്നും മുഴങ്ങി നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു. അവര് അല്ലാഹുവിനെ വിശ്വസിച്ചവരല്ലേ, അവരുടേതായ വാദപ്രകാരം അവർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങൾ കൃത്യമായി എങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടുവോ അതിലൊക്കെ അവർ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവർ മുശ്രിക്കുകളായി, കാഫിറുകളായി, നേതാക്കളായി. അതേ അവസരത്തിൽ അല്ലാഹ് എന്ന ശബ്ദം, അല്ലാഹ് എന്ന നാമം അവർക്കും പരിചിതമാണ്. ആ റബ്ബാണ് ലോകം പടച്ചതെന്നവർ വിശ്വസിച്ചോ, ആ റബ്ബാണ് ലോകത്ത് മഴ വർഷിപ്പിക്കുന്നതെന്ന് വിശ്വസിച്ചോ, അവനാണ് പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് വിശ്വസിച്ചോ, അവൻ കൊടുക്കുന്ന കഴിവാ മറ്റുള്ളവർക്കുള്ളൂ എന്ന് വിശ്വസിച്ചോ, ആ നിലയ്ക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അവർ പ്രാർത്ഥനകൾ പോലും കടലിൽ അവർ അല്ലാഹുവിനോടാണ് നിർവഹിച്ചത് എന്നുമൊക്കെ വിശദമായി നമ്മളിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. മാത്രമല്ല അക്കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെയുള്ള ആളുകൾ അതേ അബ്ദുള്ള എന്ന പേരിട്ടില്ലേ, അതുപോലെ തന്നെ കഅബ ആക്രമിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ പട്ടാളം വന്നപ്പോൾ അക്കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് റബ്ബിനെ വിളിച്ചുകൊണ്ട് തേടിയില്ലേ, യാ റബ്ബി ലാ അർജൂ ലഹും സിവാക, യാ റബ്ബി ഫംനഅ മിൻഹും ഈമാക, ഇന്നാ അദുവൽ ബൈതി മൻ നാദാക, ഇന്നഹു അൻ യഖ്റുബു ദീനാക. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതൊക്കെയും ഇവിടെ കൃത്യമായി
നമ്മളിവിടെ വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളിലൂടെ ആളുകൾ അന്ന് കൃത്യമായി മനസ്സിലാക്കിയതാണ്. ഒരു വസ്തുവിൽ, ഒരു വ്യക്തിയിൽ, ഒരു ശക്തിയിൽ എന്താണെന്നോ സ്വയം കഴിവുണ്ട് എന്നോ വിശ്വസിച്ചില്ലെങ്കിലും റഹ്മാനായ റബ്ബിന്റെ കഴിവുകളെ മറ്റുള്ളവരിലേക്ക് സങ്കല്പിച്ചാൽ തന്നെയും ശിർക്ക് വരും എന്ന് കൃത്യമായി ജനങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ കാണും പോലെ കാണുന്നവരുണ്ടെന്ന്, കേൾക്കുന്നവരുണ്ടെന്ന്, അറിയുന്നവരുണ്ടെന്ന്, കഴിയുന്നവരുണ്ടെന്ന് എല്ലാം അല്ലാഹു കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയൊക്കെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചു. അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടി, അതുപോലെ തന്നെ മഹാന്മാരോട് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലെ വിശ്വാസങ്ങൾ അവരിതാ റബ്ബ് കാണും പോലെ എവിടെ വെച്ചും അവർ കാണുകയാണ്, കേൾക്കുകയാണ്, നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പോലും അറിയുകയാണ്. ആ നിലക്കുള്ള വിശ്വാസത്തിന്റെ കൊള്ളത്തരങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ എണ്ണിക്കപ്പെടുകയുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ റബ്ബല്ലാത്തവരും അദൃശ്യമായ കാര്യങ്ങൾ അവർക്കും അറിയാം. എവിടെ നിന്ന് വിളിച്ചാലും അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ആ ബദ്ധധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വാദങ്ങൾ തൗഹീദിന്റെ രംഗത്ത് തന്നെ സമൂഹത്തിലുണ്ടായപ്പോൾ എന്താണ് ഗൈബ്, എന്താണ് അദൃശ്യം, അത് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നത് എപ്പോൾ, ആർക്കാണ് അറിയിച്ചു കൊടുക്കുക, എപ്പോഴാണ് അറിയിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മുസ്ലിം സമുദായം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. മഹാന്മാരായ ഔലിയാക്കളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദുകളെന്ന് വന്നപ്പോ ഔലിയാക്കൾ ആരാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ കൃത്യമായി ആരാണ് ഔലിയാക്കളെന്നും അവരുടെ കറാമത്തിന്റെ സ്വഭാവം എന്താണെന്നും വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പൊള്ളയായ കറാമത്തുകളെ ഒരു പോസ്റ്റ്മോർട്ടം തന്നെ നടത്തപ്പെട്ട പ്രദേശമാണിത്. അതുപോലെ തന്നെ മാലമൗലീദുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കെട്ടുകഥകൾ, കള്ളക്കഥകൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രമാണബദ്ധമായി കൊണ്ട് ഖണ്ഡിക്കപ്പെട്ടപ്പോൾ പല സഹോദരന്മാർക്കും അത്തരം പരാമർശങ്ങളെ ഞങ്ങളറിയില്ല, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തോളൊഴിയേണ്ടുന്ന അവസ്ഥയുണ്ടായത് സമൂഹത്തിലുള്ള ആളുകൾക്ക് ബോധ്യമായി കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള കേന്ദ്രങ്ങളായി രാജ്യത്തൊട്ടാകെ നിന്നും നിലനിൽക്കുന്ന മക്ബറകൾ, കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ, അവിടെ നടക്കുന്ന സിയാറത്തിന്റെ ഓമന പേരിട്ടുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ കാര്യങ്ങൾ എന്താണ് ഖബർ സിയാറത്ത് എന്ന വിശദീകരണത്തിലൂടെ മനുഷ്യ നമുക്ക് മരണബോധമുണ്ടാകാൻ, പരലോകത്തിന്റെ ഉണ്ടാകുവാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് ശരിയാക്കി അനുവദിക്കപ്പെട്ടു തന്നിട്ടുള്ള ആ കൃത്യമായ കാര്യത്തോട് ഇവിടെ ആർക്കും എതിർപ്പില്ലെന്നും മറിച്ച് അതിന്റെ മറവിൽ നടക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ കൊട്ടും നിരക്കാത്ത ഖബർ കെട്ടിപ്പടുക്ക്, അതുപോലെ തന്നെ ജാറം മൂടൽ, അവിടെ വിളക്ക് കൊടുക്കൽ, അതിന്മേൽ ചുംബിക്കൽ, തടകൾ, സുജൂദ് ചെയ്യൽ, സുജൂദിന്റെ കോലത്തിൽ നെറ്റിത്തടം വക്കൽ, അതിനെ വലം വക്കൽ, തവാഫ് ചെയ്യൽ, അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കൽ, അവിടേക്ക് ബലിയർപ്പണങ്ങൾ നിർവഹിക്കൽ, അതിന്റെ പേരിൽ സത്യം ചെയ്യൽ, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ, ആ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം എത്രത്തോളം അബദ്ധമാണെന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജനങ്ങളങ്ങ് സത്യം ഗ്രഹിച്ചു കഴിഞ്ഞതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു താണ് മാത്രമാണ് ഉയരം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു താണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു താണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന വരെ ഇവിടുത്തെ സംസാരങ്ങളിൽ നിന്ന് ജനങ്ങൾ ഗ്രഹിച്ചതാണ്. ആ നിലയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, സിയാറത്ത് എന്ന് പേരിടുകയും എന്നിട്ട് മഹാന്മാരുടെ ഖബറിങ്കലേക്ക് പുറപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്നല്ലാഹ യുവക്കിലു ബിഖബറിൽ വലി മലകൻ യഖ്ദിൽ ഹജാത്ത് വതറതൻ യഖ്റുജുൽ വലിയു മിൻ ഖബരിഹി വയഖ്ദി ബിനഫ്സിഹി സ്വലബാത്ത്. മഹാന്മാരുടെ ഔലിയാക്കളുടെ ഖബറിന്റെ സമീപത്തേക്ക് എത്തുന്ന
സഹായം തേടിക്കൊണ്ട് ചെല്ലുന്ന ഒരാളുടെ സഹായങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളയാ ഖബറിങ്കൽ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വതാറത്തൻ ഏകദേശത്തിൽ മലക്കല്ല യഖ്റുജുൽ വലിയ്യു മിൻ ഖബരിഹി, വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് യഖ്ദി വയഖ്ദി ബിനഫ്സിഹി ത്വലബാത്ത്, ആ വ്യക്തി തന്നെയും നേരിട്ട് ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്നുള്ള ഉദ്ധരണികൾ മൗലിദ് കിതാബിലൂടെ അതുപോലെ തന്നെ മറുപക്ഷത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രമാണങ്ങളുടെ പിൻബലവും അതിനില്ലെന്ന് യാഥാർത്ഥ്യമാണ്. മഹാന്മാരുടെ ഖബറിലേക്ക് സിയാറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ടൂട്ടിക്കൊണ്ടും കുഴൽ വിളിച്ചുകൊണ്ടും ആനയും അമ്പാരിയുമായിക്കൊണ്ടും അതുപോലെയുള്ള പല രൂപത്തിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങൾ മുഖേന സിയാറത്തിന് പോകുന്ന സമ്പ്രദായം അതിനെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടപ്പോൾ അത് ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞുവെങ്കിലും അതെ അവരെല്ലാവരും അംഗീകരിക്കുന്ന വലിയ മഹാനായ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഇന്ത്യൻ മുഫ്തി എന്നറിയപ്പെടുന്ന ശാലിയാത്തി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഫത്വകൾ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ചെണ്ടമുട്ടിക്കൊണ്ട് സിയാറത്തിന് പോകാം, കുഴൽ വിളിച്ചുകൊണ്ട് സിയാറത്തിന് പോകാമെന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, തെറ്റാണെന്നാരും അഭിപ്രായപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങൾ ഈ ലോകത്തിന്റെ കൺട്രോള്, ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം എന്ന് പറയുന്ന ഒരു വലിയ അദൃശ്യ പുരുഷന്മാര്, അവർക്കൊരു പ്രത്യേകമായ സഭയുണ്ടെന്നും അതിന്റെ നേതാവ് ഗൗസാണെന്നും കീഴിൽ കുറെ കുത്തുബുകളുണ്ടെന്നും അതുപോലെ തന്നെ അബുദാലുകളുണ്ടെന്നും ജബാലുകളുണ്ടെന്നും നുഖബാലുകളുണ്ടെന്നും അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സഭയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആവശ്യങ്ങൾ നേടാൻ ആഗ്രഹമുള്ളവർ പാതിരാവിൽ എഴുന്നേറ്റ് ഉളുവെടുത്ത് അവരുടെ കോൺഫറൻസ് നടക്കുന്ന മേഖലയിലേക്ക് തിരിഞ്ഞു നിന്ന് അവരെ വിളിച്ച് തേടുകയാണ് വേണ്ടതെന്ന് പറയുന്ന പിഴച്ചാദർശത്തിന്റെ പൊള്ളത്തരം സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. പുരാണങ്ങളിൽ നമുക്കതിന്റെ പിൻബലവും കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് സർവ്വ ഇമാമിയങ്ങളും അവരൊക്കെയും അല്ലാഹു അല്ലാത്തവരോട് അതല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടിയവരും തേടാൻ കൽപ്പിച്ചവരുമാണ് എന്ന അർത്ഥത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ തേടിയവർ തേടാൻ കണ്ടില്ല. മഹാന്മാരായ ഇമാമിയങ്ങള് അവരിലേക്ക് ശരിയായ നിലക്കുള്ള സ്ഥലത്തോടുകൂടി പറയാവുന്ന അവര് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തെളിവുകൾ പറയാനായില്ല. അങ്ങനെ സഹോദരന്മാരെ, മഹാന്മാരായ ഇമാമിയങ്ങളുടെ പേരിൽ പറഞ്ഞതിന്റെയും അതിന്റേതായ വസ്തുത എന്താണെന്ന് ധരിച്ചിട്ടുള്ള പ്രദേശമാണിത്. തീർന്നില്ല. റബ്ബിനെപ്പറ്റി വികലമായിട്ടാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നതെന്നും കൈയുള്ള അള്ളാ, കാലുള്ള അള്ളാ, അവനെ പോലെ ഇരിക്കുന്ന അള്ളാ, ഇറങ്ങുന്ന അള്ളാ, കയറുന്ന അള്ളാ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്താണ് സലഫുസ്സാലിഹീങ്ങൾ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ എന്താണ് റബ്ബിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കപ്പെട്ട ഒരു പ്രദേശം എന്ന നിലക്ക് സഹോദരന്മാരെ ആ വിഷയത്തിലും ആളുകൾ കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞവരാണ്. ശരിയും സഹോദരന്മാരെ, മന്ത്രമില്ലാത്തവരാണ്, അതുപോലെ തന്നെ ദിക്റില്ലാത്തവരാണെന്ന പ്രയോഗം വന്നപ്പോൾ അതും ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ശരിയായ മന്ത്രം? മഹാനായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പരിഭാഷയിൽ നിന്ന് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം എടുത്തുകൊണ്ട് ഉദ്ധരിച്ചിട്ടും വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് പറഞ്ഞു കൊടുത്തു. സഹോദരന്മാരെ, ഇങ്ങനെ നിരവധി അനവധി വിഷയങ്ങൾ അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടല്ലോ. അങ്ങനെ സമൂഹത്തിന് ഉപകാരം കിട്ടിയ സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അത്യാവശ്യം അന്നുരച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് കിട്ടിയ ആ നിലക്കുള്ള ഒരു വലിയ സംഭവം ഇവിടെ മുജാഹിദുകൾക്ക് നടത്താൻ സാധിച്ചു എന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് തന്നെയാണ്.
ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് വെറുതെ ആരെങ്കിലും തോൽപ്പിക്കാനോ തോൽപ്പിച്ചു എന്ന് മേലിടടിക്കാനോ ജനപ്പെരുപ്പം കാണിക്കാനോ ഉള്ള പരിപാടികളായിട്ടല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ആളുകൾ ശാന്തമായ അന്തരീക്ഷത്തിൽ സത്യങ്ങൾ കേൾക്കട്ടെ, മാറ്റിവെക്കട്ടെ, പ്രമാണങ്ങൾ അവർ വിലയിരുത്തട്ടെ. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അതാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ നടത്തേണ്ടി വരുന്നത്? എന്തിനാണിത് ചെയ്യേണ്ടി വരുന്നത്? പ്രിയമുള്ളവരെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥമായ സ്വർഗത്തിന്റെ പാതയായ സലഫി മൻഹജ്, ആ സലഫ് സ്വാലിഹീങ്ങളിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ പകർന്നു കാണിച്ചു തന്ന ഈമാൻ, അവര് കാണിച്ചു തന്ന സൽക്കർമ്മങ്ങൾ, അവര് പഠിപ്പിച്ചു തന്ന തഖ്വ, അവര് പഠിപ്പിച്ച ഇഖ്ലാസ്, അവർ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൈമാറിപ്പോയിട്ടുള്ള ആ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ എപ്പോഴെല്ലാം തെറ്റിപ്പോകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചു പോകുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴൊക്കെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരെ തിരുത്തുന്ന സ്വഭാവം അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ച പണ്ഡിതന്മാരിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കേരള ചരിത്രവും ഒരിക്കലും വ്യത്യാസമില്ല. കേരളത്തിലതാ വിശുദ്ധ ഖുർആനിനെതിരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല വചനങ്ങൾക്കുമെതിരെ ബുദ്ധിയുടെ പേര് പറഞ്ഞ്, യുക്തിയുടെ പേര് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ സ്ഥിരപ്പെട്ട മുഅ്ജിസത്തുകളെ പോലും അത് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് വന്നപ്പോൾ അതിന് ഭൗതികമായ വ്യാഖ്യാനങ്ങൾ നൽകിയ CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള, ചേകനൂർ മൗലവിയെ പോലെയുള്ള വ്യതിയാനവാദികൾ, ആ വ്യതിയാന കക്ഷികളുടെ വാദങ്ങളെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാർ അതിന് ഊർജം ചെലവഴിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ കൈകളിൽ നമുക്ക് വായിക്കാനാകുന്ന മുഹമ്മദ് അമാനി മൗലവി, അതുപോലെ തന്നെ PK മൂസ മൗലവി, അതുപോലെ തന്നെ KM മൗലവിയുടെ നേതൃത്വത്തിൽ അലവി മൗലവിയൊക്കെ പങ്കെടുത്ത ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം സമൂഹത്തിലുണ്ടായിരുന്ന സർവ്വ വ്യതിയാനങ്ങളെയും ആ കാലഘട്ടത്തിൽ പ്രമാണബദ്ധമായി തന്നെ നേരിടാവുന്ന നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിലൂടെ ആന്മാരായ പണ്ഡിതന്മാരെ നിർവഹിച്ചു. ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ ദൗത്യ നിർവഹണവുമായി ശരിയായ ദിശയിലൂടെ ഈ പ്രസ്ഥാനം ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ സമൂഹത്തിന് കൃത്യമായി ബോധമുണ്ടായി. എന്താണ് തൗഹീദെന്ന് പഠിച്ചു, ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാവുക എന്ന് പഠിച്ചു, ഒരു വിളി എപ്പോഴാണ് ശിർക്കാവുക എന്നവർ മനസ്സിലാക്കി, ഒരു സഹായത്തെ തന്നെ എപ്പോഴാണ് ശിർക്കാവുക, ശിർക്കല്ലാതാവുക എന്നവർ കൃത്യമായി മനസ്സിലാക്കി. ആ മനസ്സിലാക്കി സമൂഹത്തിന്റെ ഇടയിൽ പലയിടത്തു നിന്നും പല രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായെങ്കിലും ശക്തമായ നിലക്കുള്ള കഴിവത്ത് രാജ്യത്തുടനീളം നടന്നപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖുള്ള മനുഷ്യന്മാർക്കെല്ലാം സത്യപാതയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ തൗഫീഖുണ്ടായി. സഹോദരന്മാരെ, അതിന്റെ ഇടക്കാണ്, ആ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ആദർശത്തിൽ നിന്ന് ചില ആളുകൾ അങ്ങ് പിന്മാറിപ്പോയി. ചില ആളുകൾ ഈ ആദർശത്തിൽ നിന്നങ്ങോട്ട് വഴിമാറിപ്പോയി. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 ഒരു പിളർപ്പുണ്ടാകുന്നത്. 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ചില ആളുകൾ അങ്ങ് പിരിഞ്ഞുപോയി. എന്താണ് പോകാൻ കാരണം? അവരന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ഉയർത്ത ആരോപണം എന്താണ്? അതേ, ഇവരിൽ ശിർക്ക് സംഭവിച്ചിരിക്കുന്നു, ശിർക്കിന്റെ പ്രചാരകന്മാരിലുണ്ട് എന്ന നിലക്കുള്ള ചില വാദങ്ങൾ അവർ കൊണ്ടുവന്നു. അങ്ങനെ ചില ചേരിതിരിവുകൾ ഉണ്ടായി. അത് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബുൽ ആലമീൻ പൂർത്തിയാക്കിയ ദീനുൽ ഇസ്ലാം ആ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സഹാബാക്കളുടെയും ഒക്കെ കാലത്തുന്നതിന്റെ ശേഷവുമൊക്കെ എത്രയെത്ര ചേരികളായിട്ടാണ് മാറിപ്പോയത്. അത് ഈ സമൂഹത്തിൽ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. എന്താണ്? കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. കേട്ടുകേൾവിയോ ഊഹങ്ങളോ അല്ല, തെറ്റിദ്ധാരണകളല്ല.
ഞാനും എന്റെ സഹാബത്തും ഏതൊന്നിൽ നിലകൊള്ളുന്നവോ ആ ആദർശത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അതിന് നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് മുറിച്ചു പിടിക്കണേ. അബ്ബൂ അലൈഹാ ബിന്നവാജിൽ എന്ന് മറ്റൊരു ഹദീസിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയില്ലേ? അത്ര പിടിച്ചു പിടിക്കണം, പതറിപ്പോകരുത്, പതറാതെ പിടിച്ചു നിന്നോളണം, വ്യതിയാനം വന്നു പോകരുതെന്ന നിലക്ക്. കാരണം എന്താണ്? ആർക്കും അത് സംഭവിക്കാം, ആർക്കും ആ പാതയിൽ നിന്ന് ചിതറിത്തെറിച്ച് പുറത്തു പോകാം. അങ്ങനെ ഒരു അവിഹിതമായ പ്രത്യേകമായ ഒരപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളത് പിടിച്ചു പിടിക്കണേ, നിങ്ങൾ കാര്യം ശരിക്ക് ഗ്രഹിക്കണേ. അങ്ങനെ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് 2002 ഒരു പ്രശ്നം കടന്നു വന്നു. എന്താ പ്രശ്നം? ശിർക്കിന്റെ പ്രചാരകരുണ്ട്. അതിനടിസ്ഥാന കാരണമായി പറഞ്ഞത് എന്താണ്? ജിന്നു വിഭാഗത്തിന്റെയും മലക്ക് വിഭാഗത്തിന്റെയും ഒക്കെ കഴിവുകളെ അവർ അഭൗതിക കഴിവുകളാക്കി. ജിന്നിന്റെ കഴിവിനെയും മലക്കിന്റെ കഴിവിനെയും ഒക്കെ ഭൗതിക കഴിവ് സർവലോക പരിപാലകനായ റബ്ബിന് മാത്രമുള്ളതാണ്. അഭൗതിക കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കഴിവ്. ആ കഴിവുകളാണ് മലക്കിനുള്ളതെന്നും ജിന്നുകൾക്കുള്ളതെന്നുമുള്ള ഒരു വാദം കൊണ്ടുവന്ന് സ്ഥാനം പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ സിഹ്ർ എന്ന് പറയുന്ന കാര്യത്തിന് അതിന് യാഥാർത്ഥ്യമുണ്ടെന്നും അതുകൊണ്ട് ഉപദ്രവം വരുത്താൻ പലപ്പോഴും സാധിച്ചേക്കുമെന്നും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാര് വ്യക്തമാക്കിയിരുന്നു. അതിനാണ് അങ്ങനെ പഠിപ്പിച്ചത്. സിഹറുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ട് സിഹർ ചെയ്യിപ്പിക്കാനായിരുന്നില്ല, സിഹറിന്റെ പേരിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ആറുതി വരുത്താൻ. എന്താണ് സിഹറെന്ന് പഠിപ്പിച്ചോ, അതിൽ എന്താണ് ഇസ്ലാമികമായ വീക്ഷണമെന്ന് പഠിപ്പിച്ചോ, അത് ഫലിക്കുമോ ഇല്ലേ, അതിന് യാഥാർത്ഥ്യമുണ്ടോ, അതോ കേവലം മിഥ്യയാണോ, അതിലുള്ള തെറ്റിദ്ധാരണകൾ തീരുന്ന നിലക്ക് അങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മഹാനായ കെ.എം. മൗലവി പഠിപ്പിച്ചു, അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു, ഉമർ മൗലവി പഠിപ്പിച്ചു, അതുപോലെ തന്നെ നമ്മുടെ പരിഭാഷയിൽ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിച്ചു. അങ്ങനെ സിഹറിനെ പറ്റിയുള്ള അതിന് ഫലിച്ചേക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വരെ അത് ഫലിച്ചിട്ടുണ്ട് എന്ന സഹീഹുൽ ബുഖാരിയിലെ സംഭവം എടുത്തിരിച്ചപ്പോ പറഞ്ഞു, അത് ഖുർആനിന് വിരുദ്ധമാണ്, അത് ബഹുദൈവ വിശ്വാസമാണ്, സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് കുഫ്റാണ്, കാഫിറായി പോകുമെന്ന ഒരു വാദവുമായി കൊണ്ട് മറുപക്ഷത്തുള്ള കലാം സുല്ലമി രംഗത്ത് വന്നു. സഹോദരന്മാരെ, അന്ന് നമ്മുടെ പണ്ഡിതന്മാരെന്ത് ചെയ്തു? മുഴുവൻ ആളുകളും ശക്തമായി തന്നെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാട്, എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണ് ഹദീസുകൾ പറയുന്നത് എന്ന് കൃത്യമായി തന്നെ ജനങ്ങളോട് ബോധവൽക്കരിച്ചു. മാത്രമല്ല, വളരെ കൃത്യമായി അവര് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യം എടുത്തിട്ടു എന്ന് മഹാനായ കെ.എൻ.എമ്മിന്റെ പ്രസിഡന്റ് കെ.എം. മൗലവി മുതൽ, അതുപോലെ തന്നെ അലവി മൗലവി മുതൽ, അതുപോലെ തന്നെ ഈ കെ. മൂസ മൗലവി മുതൽ നമ്മുടെ പണ്ഡിതന്മാർ ഉമർ മൗലവി, അതുപോലെയുള്ള എല്ലാ പണ്ഡിതന്മാരും വളരെ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചവരാണല്ലോ. അവരൊക്കെ മുശ്രിക്കുകളോ കാഫിറുകളോ ആവണ്ടേ എന്ന രൂപത്തിലുള്ള ചോദ്യക്ഷരങ്ങൾ സമൂഹത്തിൽ നിന്ന് വന്നു. അങ്ങനെ സമൂഹം അത് ഒഴിവാക്കി ആളുകൾ കാര്യം ഗ്രഹിച്ചു. സിഹർ എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. അതിനുള്ള പരിഹാരം എന്താണെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഒന്നുപോലും കൂട്ടാതെ കുറക്കാതെ അവർ ഗ്രഹിക്കുകയും ചെയ്തു. അത് വല്ലാതെ അങ്ങ് ക്ലച്ച് പിടിപ്പില്ല അവർക്ക്. ആ ഇടക്കാണ് സഹോദരന്മാരെ 2007 ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നത്. അതെ, എന്താണ് ഒരു വിളിയപ്പോഴാണ് ശിർക്കാവുക എന്ന് മുസ്ലിയാക്കന്മാരെ ബോധ്യപ്പെടുത്താവുന്ന നിലക്കുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം മനസ്സിലായി എഴുതിയത്. അതിന്മേലായി പിന്നീട് അപ്പുറത്തുള്ള സുഹൃത്തുക്കൾ പിടികൂടിയത് മടവൂർ വിഭാഗത്തിന്റെ സുഹൃത്തുക്കൾ. അവരന്ന് അതും ഉദ്ധരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. കണ്ടോ, ഇവര് സിഹിറിന്റെ വിഷയത്തിൽ മാത്രമല്ല ശിർക്കിലേക്ക് പോയിട്ടുള്ളത്, മറിച്ചിതാ
ജിന്നിന്റെയും മലക്കിന്റെയും കാര്യത്തിലും ഇവർ ജിന്നൂരികളാണ്, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ഇവർ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നവരാണ് എന്ന അർത്ഥത്തിൽ സമൂഹത്തിലേക്ക് ശിക്ഷാരോപണം അവർ കൊണ്ടുവന്നു. ആ സമയത്ത് ആ ആരോപണം ഏറ്റുപിടിച്ച് സമസ്തക്കാരുടെ പ്രഭാഷകന്മാരും അത് ഏറ്റുപിടിച്ചു. ആ ഘട്ടത്തിൽ ഇലാഹി പ്രസ്ഥാനത്തിന്റെ സർവ പ്രഭാഷകന്മാരും പ്രബോധകന്മാരുമൊക്കെ സമൂഹത്തോട് പറഞ്ഞു, ഇല്ല, ഇതിൽ ഒരിക്കലും ശിർക്ക് സംഭവിച്ചിട്ടില്ല. അൽ-ഇസ്ലാഹിലെ വരികളെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇതിൽ കാണിക്കൂ, ഒരു തുണ്ട് കാണിക്കൂ, ഇതിലെവിടെയാണ് ശിർക്കെന്ന്, ഇതിലെവിടെയാണ് ശിർക്കെന്ന് കാണിക്കൂ, നിങ്ങൾക്ക് കാണിക്കാനാവില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഒരു വരിയെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ പള്ളി കൂട്ടിയിട്ട് താക്കോല് നിങ്ങളെ ഏൽപ്പിക്കാമെന്ന് വരെ പല സുഹൃത്തുക്കളും അന്ന് സമൂഹത്തോട് വെല്ലുവിളി തരത്തിൽ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ കാണിക്കാനാവില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിച്ചതെന്നും പറഞ്ഞു. മാത്രമല്ല ഇസ്ലാഹിൽ തന്നെയും വ്യക്തമായ വിശദീകരണം കൊടുത്തു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന്, ഇതിലെവിടെയാണ് ശിർക്കെന്ന് ആ ഇസ്ലാഹിന്റെ കോപ്പി എടുത്തുദ്ധരിച്ചുകൊണ്ട് അതെഴുതിയ ലേഖകനായ ബഹുമാന്യനായ ജബ്ബാർ മൗലവിയെ കൊണ്ട് തന്നെയും നമ്മുടെ സുഹൃത്തുക്കളായിരുന്നവർ വെല്ലുവിളിയോടുകൂടി ആ വാദമന ഉയർത്തിയിട്ടുള്ള മുജാഹിദിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾക്കും അതുപോലെ തന്നെ സമസ്തക്കാരുടെ വിഭാഗം ആളുകൾക്കും ആ വാദം ഏറ്റുപിടിച്ചവരോടുമെല്ലാം കൃത്യമായി തന്നെ അവർക്ക് മറുപടി കൊടുത്തു. അങ്ങനെ കൃത്യമായി മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ വാദം സമൂഹത്തിൽ കൊണ്ടുവരുന്നത് ഏറ്റവും മുജാഹിദുകളുടെ പേരിൽ കാണിക്കുന്ന കൊടും ക്രൂരതയാണെന്നും മുജാഹിദുകളിൽ ഒരാളും തന്നെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ല എന്നും അത് കേവലം പൗരോഹിത്യത്തിന്റെ ദുരാരോപണം മാത്രമാണെന്നും ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ആ വരി നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. വളരെ കൃത്യമായി തന്നെ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. KJUവിന്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം, എന്താണ് അതിൽ എഴുതിയത്. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചുനിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമൊക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫലക്രമം മാത്രമായി അവ കലാശിച്ചു. ഇനി കേട്ടോളൂ, ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇത് KJUവിന്റെ പേരിൽ ഇറക്കിയ പുസ്തകത്തിലാണുള്ളത്. അഴിഞ്ഞിലം സമ്മേളനത്തിൽ ഇതേ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച ഈ വരികൾക്കൊരു മാറ്റവുമില്ലാതെ ആ സമ്മേളന നഗരിയിലും ഈ പുസ്തകം വിറ്റഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, KJUവിന്റെ പേരിലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഏതാ KNMന്റെ പ്രസിദ്ധീകരണം. മഹാനായ മുഹമ്മദ് അമാനി മൗലവി ജിന്ന് പിശാച് വിഷയത്തിൽ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു ഭാഗം ഒരു പുസ്തകമായി കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ ആ പുസ്തകത്തിന് ഒരു ആമുഖം എഴുതി കൊടുക്കുകയുണ്ടായി. ആ ആമുഖത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, മുജാഹിദുകൾ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നും സഹായം തേടുന്നവരാണെന്നും പറയുന്ന ഒരു വാദം അതിനെ സംബന്ധിച്ച് ദുരാരോപണം മാത്രമാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, ആ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മദീനയിലെ മുനാഫിഖീങ്ങളും ദൂതന്മാരുമൊക്കെ വ്യഭിചാരാരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ആ മഹദിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് സൂറത്തുൻ നൂറിലൂടെ റബ്ബ് ആയത്തിറക്കിയപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് റബ്ബ് അതിന് മറുപടി പറയുമ്പോൾ പറഞ്ഞില്ലേ, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം,
അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, ഇത് വമ്പിച്ച കള്ളപ്രചരണം തന്നെയാണെന്ന് അർത്ഥം വരുന്ന സൂക്തം. അതാ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നമ്മുടെ പണ്ഡിതന്മാരെടുത്ത് ചേർത്തത്. എന്തായിരുന്നു ബുഹ്താനുൻ അദീം, വമ്പിച്ച ആരോപണമാണിത് എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചായിരുന്നു? മുജാഹിദുകളുടെ കൂട്ടത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നവരുണ്ടെന്ന, ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന വാദത്തെയാണതിൽ ശക്തമായി ഖണ്ഡിച്ചത്. അങ്ങനെ സഹോദരന്മാരെ, നമ്മുടെ സുഹൃത്തുക്കളായിരുന്ന പ്രഭാഷകന്മാർ അവരുടെ ലേഖനങ്ങൾ, അവരുടെ വെല്ലുവിളികൾ, അതുപോലെ തന്നെ KJU-വിന്റെ പേരിലുള്ള പുസ്തകത്തിൽ, അതുപോലെ തന്നെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ, അതുപോലെ തന്നെ രാജ്യത്തുള്ള മുഴുവൻ സംവിധാനങ്ങളിലൂടെ മുജാഹിദുകളുടെ നേരെ നോക്കി ശിർക്ക് ആരോപിച്ച സഹോദരന്മാരോട്, കക്ഷികളോട് ഇല്ല ഇല്ല, ഇതിലെവിടെയാണ് ശിർക്കെന്ന് വെല്ലുവിളിക്കുന്ന തരത്തിൽ ശക്തമായ നിലയ്ക്ക് തന്നെ കേരളത്തിന്റെ പ്രബോധന രംഗമെന്ന് നിറഞ്ഞു നിന്നു. അങ്ങനെ ആളുകൾക്കത് കാര്യം വളരെ കൃത്യമായി ബോധ്യമാകുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ കൃത്യമായി തന്നെ നമ്മുടെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കതാ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു തൗഹീദിലാണോ നിലനിന്നിരുന്നത്, ആ തൗഹീദിന് എന്താണ് നിർവചനം പറഞ്ഞത്? എന്താണ് നമ്മുടെ മുൻഗാമികൾ ശിർക്കിന്റെ നിർവചനം പറഞ്ഞത്? KM മൗലവി എന്താണ് പറഞ്ഞത്? എപ്പോഴാണ് ഒരു കാര്യം ശിർക്കാവുക, ഇബാദത്താവുക എന്നതാണ് KM മൗലവി പറഞ്ഞത്, ഉമർ മൗലവി പറഞ്ഞത്, കുഞ്ഞീദ് മദനി പറഞ്ഞത്, അതുപോലെ തന്നെ ചെറിയ മുണ്ടം പറഞ്ഞത്. ആ രൂപത്തിൽ ആരൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ കൃത്യമായി എന്താണ് പ്രാർത്ഥന, എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. ആ മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെയെല്ലാം ആ കാലം വരെ ഒന്നിച്ചു നിന്ന് നേരിട്ടുവെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് ചില സുഹൃത്തുക്കളങ്ങ് കളം മാറ്റി ചവിട്ടുന്നതാണ്. ചില സുഹൃത്തുക്കളങ്ങ് അതേ ഇസ്ലാഹ് പറഞ്ഞുകൊണ്ട് ശിർക്കുവാദം ഉന്നയിക്കുന്നതാണ്. ഏതൊരു വിഭാഗത്തോട് ആ ഇസ്ലാഹ് ഉയർത്തി കാണിച്ചിട്ട് ഇതിലെവിടെ ശിർക്ക് തെളിയിക്കാൻ കഴിയുമോ വെല്ലുവിളിക്കുന്നു, പള്ളിപൂട്ടി ചാവി തരും എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിച്ചവർക്കതാ പിന്നീട് മാറ്റം വരുന്നു. അവരതാ പിന്നെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങോട്ട് ശിർക്ക് വിളി, ആ നിരക്കുള്ള ശിർക്കിന്റെ ആരോപണങ്ങൾ പറയുന്നു. സഹോദരന്മാരെ, ഒരു കാലഘട്ടത്തിൽ EP അബ്ദുൽ കോയ മദനിയുടെയും AP അബ്ദുൽ ഖാദർ മൗലവിയുടെയും നേതൃത്വത്തിലുള്ള ആ സംഘടനയെ നോക്കിയിട്ട് മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾ നിങ്ങളിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പ്രമാണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒറ്റക്കെട്ടായി നിന്നവരതാ പിന്നെ കണ്ടതെന്താണ്? അവരും അവരുടെ കൂടെ തന്നെ ചുള്ളിക്കൊടുത്തുകൊണ്ട് അതേ വാദം നിരപരാധികളുടെ മേൽ വെച്ചുകെട്ടുന്ന ചരിത്രമാണ് കണ്ടത്. ചരിത്രത്തിന്റെ കനി ആവർത്തനമാണ് പിന്നീട് കണ്ടത്. ഏതൊരു വിഭാഗത്തോട് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് നമ്മൾ പറഞ്ഞുവോ, ആ ഒരു വിഭാഗത്തോട് അതേ രൂപത്തിൽ കൃത്യമായി തന്നെ പഠിപ്പിച്ചുവോ, അതേ ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ ബുഹ്താനുൻ അദീം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ദുരാരോപണം നിരപരാധികളായ ആളുകളുടെ മേൽ ഉന്നയിക്കുന്ന സങ്കടകരമായ ദുരന്തമാണ് പിന്നീട് ആവർത്തിച്ചത്. അതേ വിഭാഗങ്ങൾ പലരുടെയും മാസികകളിലൂടെ സമസ്ത വിഭാഗത്തിന്റെ മാസികയോട് വരെ EP അബ്ദുൽ കോയ മദനി പോയി അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ വരെ പറഞ്ഞു. എന്തു പറഞ്ഞു? ഒരിക്കലും മുജാഹിദുകൾക്ക് സഹിക്കാനാവാത്ത ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരാരോപണം പറഞ്ഞു. എന്തായിരുന്നു ആരോപണം? സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും അത് ഹറാമോ വസീലത്തു ശിർക്കോ മാത്രമാണെന്നുമൊക്കെ പറഞ്ഞു എന്ന ഒരു വലിയ ദുരാരോപണം. മൂന്ന് അസത്യങ്ങളാണ് ഒരൊറ്റ വാചകത്തിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, അത് ശിർക്കാവുകയില്ലെന്ന് പറഞ്ഞു, അത് ഹറാമോ വസീലത്തു ശിർക്കോ മാത്രമാണെന്നുമൊക്കെ പറഞ്ഞു. നോക്കണം നിങ്ങൾ, ഒരൊറ്റ വാചകത്തിലൂടെ തന്നെ എത്രത്തോളം വലിയ ദുരാരോപണമുണ്ടായി. സഹോദരന്മാരെ, എത്രത്തോളം ആളുകൾ തെറ്റിദ്ധരിച്ചുപോയി. മഹാനായ മുഹമ്മദ് അമാനി മൗലവിയും KM മൗലവിയും ഉമർ മൗലവിയും ഇവരൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പകർന്നു തന്ന
ആ തൗഹീദിന്റെയും ശിർക്കിന്റെയും വിവരണങ്ങളെല്ലാം പൊടുന്നനെ മാറ്റിപ്പറയുന്ന ഒരു ദുരന്തത്തിനാണ് കേരളക്കര സാക്ഷിയായത്. തൗഹീദിന്റെ വിഷയത്തിൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിഷ്പക്ഷരായ ആളുകൾ ആലോചിക്കേണ്ടത്, തൗഹീദിന്റെ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ മുമ്പ് എഴുതിയതൊക്കെ നാം എന്ത് ചെയ്യണം? ഉമർ മൗലവി എഴുതിയത് നമ്മൾ എന്ത് ചെയ്യണം? ലജ്നയുടെ ഫത്വ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ആലുശൈഖിന്റെ ഫത്വ എന്ത് ചെയ്യണം? ഇതൊക്കെയാണല്ലോ ഒരു വിഭാഗത്തെ ശിർക്കിന്റെ ആളുകളായി ചിത്രീകരിക്കാൻ, ജിന്നൂരികളായി ചിത്രീകരിക്കാൻ പല സഹോദരന്മാരും കാരണമായി ഉയർത്തി കാണിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സഹോദരന്മാരെ, ആർക്കൊക്കെ മാറ്റം വന്നുവോ, യഥാർത്ഥമായ ആദർശത്തിൽ നിന്ന് ആർക്കൊക്കെ മാറ്റം വന്നുവോ അവരാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങൾ അന്ന് പറഞ്ഞത് പിന്നീട് മാറ്റിപ്പറയാനുള്ള കാരണം ഇതാണെന്ന് അവരാണ് സമൂഹത്തിനോട് പറയേണ്ടത്. മാത്രമല്ല, ഭൗതികമായ കഴിവുണ്ട് എന്ന് ഏതെങ്കിലും സൃഷ്ടികളിൽ വിശ്വസിക്കാത്തവരാരില്ല. ചോദിക്കുന്നതേ അല്ലെങ്കിൽ തേടിയാലേ തീർക്കാവൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് വരെ പല സഹോദരന്മാരും കൂട്ടുകുത്തി വീണു. ഇങ്ങനെ സഹോദരന്മാരെ, നിരപരാധികളായ ആളുകളെ അവർക്കില്ലാത്ത വിശ്വാസം, അവർക്കില്ലാത്ത രൂപത്തിലുള്ള വാദങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ മേൽ ശിർക്ക് ആരോപിക്കുന്നൊരു വലിയ ദുരന്തത്തിന് കേരളക്കര സാക്ഷിയായപ്പോൾ മുജാഹിദുകൾക്ക് സമൂഹത്തോട് പറയേണ്ടി വന്നു, മുജാഹിദുകളെ ഭിന്നിക്കരുത്. നാം ഒന്നാണ്, നമ്മളങ്ങനെ ഭിന്നിക്കേണ്ടവരല്ല. കഴിഞ്ഞിടം സമ്മേളനത്തിൽ എത്തിയുള്ളവൻ പറഞ്ഞു, മുജാഹിദുകളെ നമ്മളൊന്നാണ്, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല. അവിടെ അത് ഏതെങ്കിലും നിലക്ക് കുഴപ്പമുദ്ദേശിച്ച് പറഞ്ഞതല്ല. എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, എവിടെയൂവിന്റെ പേരിലിറക്കിയ പുസ്തകത്തിലുള്ള ദുരാരോപണം മാത്രമാണെന്ന് പറഞ്ഞാതെ വാദം. അതുപോലെ തന്നെ കളവാണ് പറയുന്നത് എന്ന് അപ്പുറത്തുള്ളവരോട് ചോദിക്കൊണ്ട് നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയാലേ കാര്യം. ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ കൂടിക്കൊടുത്തുകൊണ്ട് ഈ മഹത്തായ സംഘടനയെ രണ്ട് പേരിയാക്കാതെ നാം ഒന്നിച്ചു നിൽക്കണേ. ആ വിഷയത്തിൽ നമ്മൾ അതുകൊണ്ടുള്ള പഠനങ്ങൾ ആളുകൾ നടക്കട്ടെ. സംസാരം അത് കൃത്യമായി തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞ നമ്മെക്കുറിച്ചുള്ള ദുരാരോപണമാണ് എന്ന ദുസ്താരുന്നീമാണെന്ന വാദത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രസംഗമല്ലേ ഉള്ളവൻ അവർ നടത്തിയത്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് എല്ലാം പ്രചരിപ്പിക്കുന്നു. ആർക്കാണിവിടെ മാറ്റം വന്നത്? പൂർവീകരായ നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് തൗഹീദ് ഇബാദത്ത് എന്ന് നിർവചിച്ചിട്ടില്ലേ? എപ്പോഴാണൊരു വിളിച്ചിർക്കാവുക അല്ലാതാവുക എന്ന് നിർവചിച്ചിട്ടില്ലേ? ആ നിർവചനത്തിന്റെ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ആ നിർവചനത്തിന്റെ പുറത്തു പോകുന്ന നിലക്ക് ആരെ വിളിച്ചു തേടിയാലും, എവിടെ വെച്ച് വിളിച്ചു തേടിയാലും ആ മാനദണ്ഡം ശിർക്കാകാൻ അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ ആരോടൊക്കെ നമ്മൾ സഹായം തേടുമ്പോൾ നമ്മുടെ മനസ്സിലും അത് സംശയമുള്ള ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല. അത് പുഴക്കരയിലായാലും ശിർക്കാണ്, വീട്ടിലാണെങ്കിലും ശിർക്കാണ്, ആവിനോടാണെങ്കിലും ോടാണെങ്കിലും ശിർക്കാണ്, മലക്കിനോടാണെങ്കിലും ശിർക്കാണ്. ഏതുപോലെ അതിൽ പറഞ്ഞ വിജ്ഞാനത്തിലെ അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഇസ്തിയാനത്ത്, ആ ഫാത്തിഹയുടെ ആയത്തിൽ പറഞ്ഞ ആ സഹായത്തേറ്റം, റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞ ആ ഒരു സഹായത്തേറ്റം, അത് ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യനോടായാലും കല്ലിനോടായാലും മരത്തിനോടായാലും കാവിനോടായാലും കാതിരിനോടായാലും വായുവിനോടായാലും പഴക്കടയിലായാലും കാട്ടിലായാലും വീട്ടിലായാലും എവിടെയായാലും ആ ശിർക്ക് തന്നെ. അതിലൊരു സംശയവും ഇന്നുവരെ മുജാഹിദുകൾക്കുണ്ടായിട്ടില്ല. പക്ഷേ അഭൗതികമായ കഴിവുകൾ സർവലോക പരിപാലകനായ റബ്ബിന് മാത്രമേ ഉള്ളൂ എന്ന
പൂർവീകർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് പേർക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ നിർവചനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മലക്കുകളുടെ കഴിവും ജിന്നുകളുടെ കഴിവുമൊക്കെ അഭൗതിക കഴിവാണെന്ന് അവർ പറഞ്ഞവരാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ ഹേതുവായത്. അതാണ് അപ്പുറത്തുള്ള വടവൂർ ഭാഗം സിഹിറിൽ വിശ്വസിച്ചാൽ മുസ്ലിക്കായി എന്ന് പറയാൻ കാരണം, അവൻ കാഫിറായി പോയി എന്ന് പറയാൻ കാരണം, കണ്ണേറിൽ വിശ്വസിച്ചാൽ മുസ്ലിക്കായി കാഫിറായി ജൂദായിസമാണെന്ന് പറയാൻ കാരണം അതേ രൂപത്തിലുള്ള വാദം കൊണ്ട് തന്നെയാണ് ഇപ്പുറത്തും ഈ ഒരു വാദം സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വിനയത്തോട് പറയട്ടെ, മുജാഹിദുകളെ, ഇപ്പോഴും ഈ ഉള്ളവൻ പറയാനുള്ളത് അത് തന്നെയാണ്. മുജാഹിദുകളെ, നമ്മൾ ഒന്നാണ്, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല. ആ പേരിൽ ഒരു CD, ഒരു ഡോക്യുമെന്ററി എന്റെ സഹോദരന്മാരെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക കൗണ്ടറിൽ നിന്ന് കിട്ടും. ശിർക്ക് അരിക്കുന്ന വിശ്വാസം എന്ന പേരിലുള്ള രണ്ടാമത്തെ ഒരു ഡോക്യുമെന്ററിയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് മുഴുവനും പറയുകയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുജാഹിദുകളോടും പറയുകയാണ്, ആ ഡോക്യുമെന്ററി അത് രണ്ടും ഒന്ന് നിഷ്പക്ഷമായി നിങ്ങൾ കേൾക്കൂ. എന്താണ് സ്ഥാനത്തിൽ സംഭവിച്ചത്? ഈ ഇല്ലാത്തതയുടെ പേരിൽ ഉമ്മയും മക്കളും തമ്മിൽ തെറ്റണോ? കണ്ട് പുഞ്ചിരിച്ച് വരാൻ പറഞ്ഞ് കുശലാന്വേഷണം നടത്തി കെട്ടിപ്പിടിച്ചിരുന്നവർ മാറി നിൽക്കണോ? മഹല്ലുകളിൽ കുഴപ്പമുണ്ടാകണോ? ഒരുമിച്ച് നിന്നവർ കോടി നിൽക്കണോ? തെറ്റിപ്പോകണോ? എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞിട്ടില്ല പലരും. തെറ്റിദ്ധാരണകളിലാണ് പലരും. ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചത് അത് മാത്രമേ കേൾക്കൂ, മറ്റുള്ളതൊന്നും കേൾക്കാതിരിക്കാനുള്ള രൂപത്തിലുള്ള മാർഗങ്ങൾ വരെ പലരും ഭയപ്പാടോടെ സ്വീകരിക്കുകയാണ്. കേട്ടുപോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന നിലക്ക്, കേൾക്കരുതെന്ന നിലക്കുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളും കേൾക്കാതിരിക്കാനുള്ള മാർഗങ്ങളുമൊക്കെ പലരും സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കൂ. ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ മുജാഹിദുകളെ, നാം ഒന്നാണ്, നാം ചിന്തിക്കരുത്, ശിർക്ക് അരിക്കുന്ന വിശ്വാസം എന്ന രണ്ട് ഡോക്യുമെന്ററിയും നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കും. ഇവിടെ ആരെക്കുറിച്ചാണ് സഹോദരന്മാരെ ആരോപണങ്ങൾ പറയുന്നത്? ആരിലേക്കാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്? അത് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർ മനസ്സിലാക്കണം. അതെ, ആ രൂപത്തിൽ ഈ സമൂഹത്തിലുള്ള ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി അതേ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടുണ്ടായ സ്ഥാപനങ്ങളെ വരെ ആ നിലക്ക് കൊണ്ടുപോയി. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ, അതുപോലെ തന്നെ കുവൈത്തിൽ നിന്നുള്ള വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ നൽകിയ സംഭാവനയുടെ ലക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് പടുത്തുയർത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹോദരന്മാരെ, ഒരു മനസ്സാക്ഷിയോടുകൂടി നമ്മളൊന്ന് ആലോചിച്ച് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളെങ്കിലും ആ വിഷയത്തിൽ അവർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ മനസ്സുണ്ടായോ? അവർ പറഞ്ഞില്ലേ ഇവിടെ ശിർക്ക് സംഭവിച്ചിട്ടില്ല, എന്താണ് ഇതിന് സംഭവിച്ചത്? നിങ്ങൾ ഒന്നിച്ചു നിൽക്കൂ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ എന്ന നിലക്ക് എത്ര സതുദ്ദേശത്തോടുകൂടെയാണ് കുവൈത്തിലെ യഹ്യാഉൽ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് കത്ത് വന്നത്. അതുപോലെ തന്നെ ലജ്നയുടെ ഫത്വകളിൽ നമുക്ക് കാണാനാകുന്ന ആ യാഥാർത്ഥ്യത്തിൽ ഇന്നാരാണുള്ളത്? അവർക്കൊക്കെ തലത്ത് ഇവിടെ ചില ആളുകൾക്ക് മാത്രമാണ് ശരിബോധ്യമായത് എന്ന് വക്കലാണോ വേണ്ടത്? അതോ അവരുടെ ലൈനില്ലെന്ന് ആരാണ് പുറത്തുപോയത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. 2010ന്റെയും 2012ന്റെയും ഒക്കെ മുമ്പ് വിചിന്തനത്തിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ ഇതേപോലെ തന്നെ പ്രസിദ്ധീകരിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? അതേ രൂപത്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞില്ലേ? അന്ന് വിചിന്തനത്തിൽ ഒരു വരിയുണ്ടായിരുന്നു. അതെന്താ? ഒരിക്കലും എന്താണ് ഈ വിഷയത്തിൽ ജിന്നുകളുടെയും മലക്കുകളുടെയും ഒക്കെ കഴിവുകൾ അഭൗതിക കഴിവുകളാക്കിക്കൊണ്ട് പലരും ശിക്ഷാരോപണങ്ങൾ അന്ന് അപ്പുറത്തുള്ള ആളുകൾ നിർവഹിച്ചപ്പോൾ അന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ചാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല എന്ന് ഇസ്ലാഹുമാക്കിലയിലൂടെ എഴുതിവെച്ചു എന്ന് മാത്രമല്ല, വിചിന്തനത്തിൽ പിന്നെയും പറഞ്ഞു,
അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? എന്റെ സഹോദരന്മാര് മനസ്സിലാക്ക്. ആർക്കാണ് മാറ്റം വന്നത്? ആരാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ആ ശരിയായ പാതയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്? അത് കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കി കഴിയുമ്പോൾ സിദ്ധാന്തങ്ങൾ എവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കോ വേണ്ടി, ഏതൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ പേരിൽ പടച്ചുണ്ടാക്കിയ ശിർക്കാരോപണം അതും വിശ്വസിച്ചുകൊണ്ട് മനസ്സുകൾ അകന്ന് കഴിയേണ്ടവരല്ല നമ്മൾ. ഒന്ന് കേൾക്കാൻ തയ്യാറാവോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ആ ഡോക്യുമെന്ററി കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് വളരെ കൃത്യമായി അതിലൂടെ ഈ കാര്യത്തിന്റെ നിജസ്ഥിതികൾ നിങ്ങൾക്ക് ബോധ്യമാകും. ആ കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത് സുഹൃത്തുക്കളെ. മാത്രമല്ല, കൃത്യമായി തന്നെ വേറെ ഒരു ആരോപണം പറഞ്ഞത് മറുപക്ഷത്തുള്ള മുസ്ലിയാക്കന്മാരെ പോലെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ്. ഫൈസൽ മൗലവിയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ മുഖാമുഖത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള മുഖാമുഖങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദൗത്യം അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സംവാദങ്ങൾ നടന്നു, പത്തപ്പിരിയത്ത് നടന്നു, അതുപോലെ തന്നെ കോഴിത്തനയിൽ നടന്നു, നന്ദിയിൽ നടന്നു. ആ സീഡികളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഖുർആൻ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ. മഹാന്മാരായ പണ്ഡിതന്മാർ ആരൊക്കെയാണ് ആ നിലയ്ക്ക് ഖുർആനിന്റെ വചനമെടുത്ത് ഉദ്ധരിച്ചത്? അത് മാത്രം നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യമാകുന്ന നിലക്ക് സംവാദങ്ങളിലൂടെ എന്ന പേരിലുള്ള ഒരു പുസ്തകം, പത്തപ്പിരിയം സംവാദത്തെക്കുറിച്ചും കോഴിത്തന സംവാദത്തെക്കുറിച്ചും നന്ദി സംവാദത്തെക്കുറിച്ചുമൊക്കെ ഒരു പുസ്തകം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ വായിക്കണം എന്നാണ് വളരെ വിനയത്തോടുകൂടെ ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിവാദങ്ങളും എനിക്ക് കേൾക്കണ്ട, എനിക്ക് ചിലരൊക്കെ പഠിപ്പിച്ചു തന്നാൽ അത് മാത്രം മതി എന്ന നിലയ്ക്ക് ചടിച്ചു നിൽക്കാതെ, കേൾക്കാൻ പോലും തയ്യാറാവാതെ, മാറി നിൽക്കാതെ, ഒഴിഞ്ഞു മാറാതെ, സ്വസ്ഥമായ മനസ്സോടെ, നിഷ്പക്ഷമായ മനസ്സോടെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഒന്ന് കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് വെച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കാര്യങ്ങൾ ബോധ്യമാകും തീർച്ചയാണ്. അതുകൊണ്ട് മുമ്പേ സമൂഹത്തോട് നമ്മൾ പഠിപ്പിച്ചു പോന്നിട്ടുള്ള ആ ആശയാദർശങ്ങളെ പ്രമാണങ്ങൾക്ക് കൃത്യമായി വിരുദ്ധമാകാത്തിടത്തോളം കാലം ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി തന്നെ പറയുകയും അതേ തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് ഇൽമ പകർന്നു കൊടുക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. ആ ബാധ്യതയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാധ്യതയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇനിയും സമൂഹത്തോട് പറയേണ്ടതും അത് തന്നെയാണ്. എന്താ കാരണം? ഈ തർക്കങ്ങളും ഈ സംവാദങ്ങളും ഈ വാശിയും ഈ വഴക്കമ്മക്കാണവുമൊക്കെ അതുമാത്രം കൊണ്ടുപിടിച്ച് അതിലെ വസ്തുതകൾ പോലും ഗ്രഹിക്കാനുള്ള ഒരു മാനസികമായ രൂപത്തിലുള്ള ഒരു വളർച്ചയില്ലാതെ വളരെ ഒരു നിലക്കും കേട്ടുകൂടാ എന്ന് ശഠിച്ചുകൊണ്ട്, കേൾക്കേണ്ടതില്ല എന്ന് ശഠിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം വസ്തുതകൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് ആ തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രൂപത്തിൽ ഈ സമൂഹത്തോട് ഇസ്ലാം പകർന്നു കൊടുക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൃത്യമായി പരിചയപ്പെടുത്തപ്പെടണം. അവിടുത്തെ പേരിൽ ചൂഷണം ചെയ്യുന്നവരെ സമൂഹത്തിന്റെ മുമ്പിൽ പച്ചയായി തുറന്നു കാണിക്കണം. മുടിയുടെ വിവാദവുമായി വന്നവർ, പൊടിയുടെ വിവാദവുമായി വന്നവർ, അതുപോലെ തന്നെ പാനപാത്രവുമായി വന്നവർ റസൂലുള്ളാഹിന്റെ മുടിയാണ്, അവിടുന്ന് കുടിച്ച പാത്രമാണ്, അതുപോലെ തന്നെ അവിടുത്തെ ആരോ ഉപയോഗിച്ച പുതപ്പാണ്, വടിയാണ്, മെതിയടിയാണ്, അതുപോലെ തന്നെ ചെരുപ്പിന്റെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് അത് സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാണിച്ച ആളുകൾ പ്രമാണങ്ങളുടെ മുമ്പിൽ പതറിപ്പോയി. അത് തെളിയിക്കാനാവാതെ ആ നിലക്ക് വട്ടപൂജ്യമായി, പ്രമാണങ്ങളുടെ മുമ്പിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഓരോ കാലത്തും മുജാഹിദ് പ്രസ്ഥാനം അത് നിർവഹിച്ചു പോരുകയാണ് അതിന്റെ ദൗത്യം. ഏതൊക്കെ വിഷയങ്ങളിൽ, ഏതൊക്കെ സമയത്ത്, ആരെയൊക്കെ ഏതൊക്കെ അളവിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ടോ,
പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള കീഴ്വഴക്കം അതാണ്. സമൂഹത്തോട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഖണ്ഡനങ്ങൾ നടത്തേണ്ടത് അത് നടത്തിയിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതാ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹത്തിന്റെ പേരിൽ കുറെ ആളുകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത നബിദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായവുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ വിഷയത്തിൽ തന്നെ വസ്തുത എന്താണെന്ന് ബോധ്യമാകുന്ന നിലക്ക് ഒരു ഡോക്യുമെന്ററി തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ പുറത്തിറക്കി. നിങ്ങളത് കാണണം, കേൾക്കണം, പ്രചരിപ്പിക്കണം എന്നാണ് ഈ ഉള്ളവർക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് എങ്ങനെയാണ് ഖുലഫാഉൽ മഹബ്ബത്ത് കാണിച്ചത്, എങ്ങനെയാണ് മുൻഗാമികൾ അവിടുത്തെ സ്നേഹിച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ അതെപ്പോഴും പിടിച്ച് നിലനിൽക്കട്ടെ എന്ന നിലക്കുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു സമാധാനത്തിന്റെ സന്ദേശം കൈമാറുന്ന ആ ഡോക്യുമെന്ററി ഇതിനകം പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. പലയിടത്തും ആളുകൾ അത് കേട്ടുകഴിഞ്ഞു. ആ വിഷയത്തിലുള്ള ലഘുലേഖകൾ ഇറക്കിക്കഴിഞ്ഞു. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളിൽ ബോധവൽക്കരണം ആവശ്യമുണ്ടോ അതെല്ലാം ഈ സമൂഹത്തിൽ നടക്കണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അതിൽ നിന്നൊരാളും പുറകോട്ട് പോകാൻ പാടില്ല. ആ കൃത്യമായ എഴുന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് റബ്ബാരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാട് അവന്റെ മനസ്സിൽ പച്ചയായി നിലനിൽക്കുമ്പോൾ, എവിടെയാണെങ്കിലും നിന്നെ നിരീക്ഷിക്കുന്നവർ റബ്ബുണ്ട്. മനുഷ്യ, നിന്നെ എപ്പോഴും കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരു ശക്തിയും വേറെയില്ല. ഔലിയാക്കളുമില്ല, ജിന്നുകളുമില്ല, മലക്കുകളുമില്ല, മനുഷ്യരുമില്ല, അമ്പിയാക്കളുമില്ല. നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഉറങ്ങാത്ത, മയങ്ങാത്ത, ക്ഷീണം ബാധിക്കാത്ത സർവലോക പരിപാലകനായ റബ്ബ്. ആ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുകയില്ല, അവന് ക്ഷീണം ബാധിക്കുകയില്ല. ആ ഒരു ബോധം സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കണം. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരൽപ്പം പോലും മാറിപ്പോകാൻ എനിക്ക് സാധ്യമല്ല എന്ന കൃത്യമായ രൂപത്തിലുള്ള ബോധം സമൂഹത്തിലുണ്ടാകണം. ഈ സമൂഹം അതാമത്യത്തിന്റെ പിന്നാലെ പോവുകയാണ്, മയക്കുമരുന്നിന്റെ പിന്നാലെ പോവുകയാണ്, വികാരത്തിന്റെയും അവിഹിത ബന്ധങ്ങളുടെയും പിറകെ പോവുകയാണ്. അതേ ആശാവഹമായ നിലക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു മദ്യനയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്നും വഴിമാറിപ്പോയി. മദ്യനയത്തിൽ പോലും ആ ഗവൺമെന്റ് പിറകോട്ട് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയുണ്ട്. അവര് മറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ മദ്യനിരോധം വരുവോളമുള്ള നിയമങ്ങൾ തന്നെയാണ് അവർ കൊണ്ടുവരേണ്ടത്. അതാണ് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ധർമ്മമെന്ന് സമൂഹത്തോട് ഉറക്കെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വികാരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമൂഹത്തിൽ നിർബാധമെന്ന് നിലനിൽക്കുകയാണ്. ഏത് തിന്മകളും സ്വകാര്യമായി ചെയ്യുവാനുള്ള സ്വകാര്യതകളുള്ള സൗകര്യങ്ങളുള്ളവർ സമ്മതിക്കുന്നത് അവൻ സ്വകാര്യമായി കൊണ്ടുവരുന്ന പ്രധാനമായ ഉപകരണം മൊബൈൽ ഫോണിലൂടെ, അതിലെ നെറ്റ് സംവിധാനത്തിലൂടെ, അതുപോലെ തന്നെ അതിലെ സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ആ രൂപത്തിലൊക്കെ ഇന്ന് സമൂഹം ഇതാ അല്ലാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഇവയൊക്കെ കാരണമാകുന്നു. പലരുടെയും കൂടെ പലരും ചാടിപ്പോകുന്ന ദുരന്തം, വീടുകളിൽ ഇസ്ലാമികമായ അന്തരീക്ഷം പോയി കാണുന്ന ദുരന്തം. എന്താണ് സഹോദരങ്ങളെ ഇതിനൊക്കെ നിമിത്തമായത്? ശരിയായ നിലക്കുള്ള അറിവ് കിട്ടാതെ പോകുന്നു, അറിവനുസരിച്ച് പ്രവർത്തിക്കാതെ പോകുന്നു, റബ്ബിനെ കുറിച്ചുള്ള ഭയം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ കാണാതിരിക്കാൻ, നാട്ടുകാരറിയാതിരിക്കാൻ എന്ന ഒരു ചിന്തയിലേക്ക് മാത്രം മനസ്സിന്റെ ഭയത്തെ ചുരുക്കിക്കെട്ടുമ്പോൾ അവരറിയാത്ത ഒരു ഘട്ടത്തിൽ തിന്മകളിലേക്ക് സമൂഹം അതാ കൂലം കുത്തി ഒഴുകുകയാണ്. അതിന് പകരം എന്ത് വേണം?
അവര് കാണട്ടെ, അറിയട്ടെ, കാണാതിരിക്കട്ടെ, അവരുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഞാൻ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ ആ മഹത്തായ ഉത്തരവാദിത്തം അത് ഈ സമൂഹത്തിന് കൃത്യമായി തന്നെ പകർന്നു കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങളാണ് പ്രസ്ഥാനം ഇടമുറിയാതെ അന്നും ഇന്നും ഇനി ഇൻഷാ അല്ലാഹ് ഇനിയെന്നും തുടർന്നുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ പറഞ്ഞ സന്ദേശങ്ങൾ, അതല്ലേ ക്രിയകളിലെ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ തിന്മകളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികള്, യുവതീ യുവാക്കള്, അവർക്ക് ഇസ്ലാമികമായ ആദർശങ്ങളെ തുടരെ തുടരെ അവർക്ക് ലഭ്യമാകുന്ന നിലക്ക് തുടർച്ചയായി അവർക്ക് മതവിദ്യാഭ്യാസം ലഭിക്കുന്ന CRE തുടർ വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസത്തിന്റെ പരിപാടി ക്യാമ്പസുകളിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതുപോലെയുള്ള തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ യുവതീ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരെ പ്രത്യേകമായി ഉത്ബോധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കൊല്ലം തോറും നടത്തിവരുന്ന ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ കാസർഗോഡിന്റെ മണ്ണിലേക്ക് നടക്കുന്ന 19ാമത്തെ പ്രോപ്കോൺ എന്നറിയപ്പെടുന്ന മഹാസമ്മേളനം. സഹോദരന്മാരെ, എന്താണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വേദനിക്കുന്നതിന് പകരം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ വേദനക്കൊരു പരിഹാരം വേണം. എന്റെ അറിവിൽപ്പെട്ട അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം. എന്റെ പരിചയക്കാരിൽ ആരൊക്കെയുണ്ടെന്ന ലിസ്റ്റ് ഞാൻ തയ്യാറാക്കണം. അങ്ങനെ മുഴുവൻ സഹോദരീ സഹോദരന്മാരും അവർക്ക് പരിചയത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരുടെ ഫോൺ നമ്പർ ശേഖരിച്ച് അവരുടെ രക്ഷിതാക്കളോട് ബന്ധപ്പെട്ട് അതേ മദ്യത്തിന്റെ പിടിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന്, അവിഹിതമായ ബന്ധങ്ങളുടെ പിടിയിൽ നിന്ന് ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന, മോക്ഷം നൽകുന്ന രൂപത്തിലുള്ള ഈമാനികമായ ആർജവവും ഊർജവും പ്രദാനം ചെയ്യുന്ന ആ നിലക്കുള്ള ഉത്ബോധനങ്ങൾ അവരെ എത്തിക്കൊണ്ട് പുരാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ കൃത്യമായ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള സംരംഭത്തിലേക്ക് അവരെ എത്തിക്കുവാനുള്ള ബാധ്യത പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമ്മുടെ ഒരു ഫോൺ വിളി മുഖേന, നമ്മുടെ ഒരു ശ്രമം മുഖേന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു അവിഹിതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ, അവർക്കൊരു രക്ഷ കിട്ടിയാൽ, അവനൊരു ശാശ്വത സമാധാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വന്നാൽ, ഭൗതിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെക്കാളും പ്രിയമുള്ളവരെ നമുക്കത് ഏറ്റവും ഹൈറായ കാര്യമാണെന്ന് നമുക്കറിയാം. അതിനെ എന്ത് തന്നെ ദുരാരോപണങ്ങളും വിവാദങ്ങളും സമൂഹത്തിലുണ്ടായാലും നമ്മൾ നമ്മുടെ ദൗത്യത്തിൽ നിന്നൊരിക്കലും പിറകോട്ട് പോകാതെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ശ്രമങ്ങൾ സാധാരണക്കാരായ ആളുകളോട് വരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട്, ഓ സഹോദരാ, നീ ഇൽമു പഠിക്കണം, നീ അറിവ് പഠിക്കണം. പഠിച്ച അറിവ് നിനക്ക് മാത്രം പ്രവർത്തിക്കാനുള്ളതല്ല, അറിഞ്ഞ നിന്റെ അറിവ് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് നീയും മുന്നിട്ടിറങ്ങണം. അതല്ലേ ഡോർ ടു ഡോർ പ്രബോധന സംരംഭത്തിലൂടെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ പ്രബോധന സംരംഭത്തിലൂടെ രാജ്യമൊട്ടാകെ ലക്ഷക്കണക്കിന് വീടുകളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പഠിച്ച കാര്യം നല്ല ഉറപ്പുള്ള കാര്യം പറയുന്നു, അതല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള CD കൊടുക്കുന്നു, ലഘുലേഖകൾ നൽകുന്നു, കൈപുസ്തകങ്ങൾ നൽകുന്നു, പോകുന്നവർ പഠിക്കുന്നു. അതിനുവേണ്ടി വിസ്ഡം പ്രത്യേകമായി വിസ്ഡം സ്കൂളുകൾ തന്നെ അവരെ അതിന് തയ്യാറാക്കി എടുക്കുന്നു. അങ്ങനെ പഠിപ്പ് നേടി ആ പഠിപ്പനുസരിച്ച് ആദ്യം അവനവൻ പ്രവർത്തിച്ച് അതെത്തിയിട്ടില്ലാത്തവരിലേക്ക് അതിന്റെ ഉള്ളറിവിന്റെ അടിസ്ഥാനത്തിൽ അത് എത്തിച്ചു കൊടുത്ത് അവർ സംശയം ചോദിക്കുമ്പോൾ അറിയാതെ ഒരിക്കലും മറുപടി പറഞ്ഞു പോകാതെ അറിവുള്ളവരോട് ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ അറിവുള്ളവർ പറഞ്ഞ CD തരാം, പുസ്തകം തരാമെന്ന്
പറഞ്ഞ് വിനയത്തോടെ ജാതി നോക്കാതെ മതം നോക്കാതെ ആരുടെ വീടെന്ന് നോക്കാതെ സർവ്വ വീടുകളിലും കയറിച്ചെന്നുകൊണ്ടുള്ള ശാന്തമായ ഒരു ദഅവത്തിന്റെ രീതി രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരനും ബോധ്യമായി എനിക്കുമുണ്ട് ചിലതൊക്കെ ചെയ്യാൻ. കേവലം പ്രസംഗം മാത്രമല്ല, ലേഖനമെഴുത്ത് മാത്രമല്ല, സാധാരണക്കാരായ ഇനി അതിനൊന്നും കഴിവില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്ന മാർഗത്തിലൂടെ ഒപ്പം പോയിക്കൊണ്ടതിന് സഹകരിച്ചു കൊടുത്താലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എനിക്കും എന്റെ ഖബറിൽ ശാന്തിയുണ്ടാകുമല്ലോ, പരലോകത്തിൽ രക്ഷയുണ്ടാകുമല്ലോ എന്ന സതുദ്ദേശത്തോടുകൂടി സാധാരണ ജനങ്ങളും ആ ദഅ്വാ സംരംഭത്തിൽ മുന്നോട്ട് പോകുന്നു. പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനാണ്, സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനാണ്, ഈ പ്രവാദികളാണ് എന്നൊക്കെ പലരും പലതിന്റെ പേരിലും പറയുന്നുണ്ടെങ്കിലും സർവ്വലോക പരിപാലകനായ റബ്ബ് നമ്മൾ കയറി ചെല്ലുന്ന വീടുകളിൽ നിന്ന് അത് അമുസ്ലിമീങ്ങളാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും നല്ല രൂപത്തിലുള്ള സ്വീകരണങ്ങൾ നൽകിക്കൊണ്ട് അവരത് കേൾക്കുന്നു, അവരത് വായിക്കുന്നു, അവർ മനസ്സിലാക്കുന്നു. അപൂർവം ചിലരൊക്കെ ചില രൂപത്തിലുള്ള ദേശപ്രകടനങ്ങൾ അവരുടേതായ അറിവില്ലായ്മ കൊണ്ട് അവർ നടത്തുന്നു എന്നതല്ലാതെ സഹോദരന്മാരെ ഒരു വലിയ രൂപത്തിലുള്ള മാറ്റം ലക്ഷക്കണക്കിന് വീടുകളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യത്തിൽ പങ്കുചേരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യതയുണ്ടാകണം. നമ്മുടെ മക്കളോട് പറയണം, ബന്ധപ്പെട്ടവരോട് പറയണം, നമ്മുടെ ഒരു പോക്ക് മുഖേന നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ ഓരോരുത്തരുടെയും നാടുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം അറിഞ്ഞിട്ടില്ലാത്ത ഒരു സഹോദരൻ അവന്റെ ജാതിയോ മതമോ ആദർശമോ ഒന്നും നോക്കാതെ കാര്യം വളരെ വളർച്ചകെട്ടില്ലാതെ നേർക്ക് നേരെ കയറി ചെന്നുകൊണ്ട് പഠിച്ചാറിന് കൈമാറുന്നതിൽ എന്ത് തകരാറാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. അതിലൂടെ അല്ലാഹുവിന്റെ വലിയ സഹായമല്ലേ നമുക്ക് ലഭ്യമാവുക. ആ സഹായത്തിന് നമ്മൾ അവകാശികളായി തീരണമെങ്കിൽ പഠിക്കലിൽ ഒരിക്കലും മൂടിവെക്കാതെ എല്ലാം തികയട്ടെ എന്ന നിലക്ക് മാറി നിൽക്കാതെ എനിക്ക് ഉള്ള അറിവ് ഞാൻ പകർന്നു കൊടുക്കട്ടെ. കാരണം എനിക്ക് എത്രയാണ് ആയുഷ്മെന്ന് എനിക്കറിയില്ലല്ലോ, എന്റെ സഹോദരന്റെ വീട്ടിൽ ഇനി എനിക്ക് പോകാൻ കഴിയുമോ എനിക്കറിയില്ലല്ലോ, എനിക്കിനി എത്രയാണ് കാലയളവുള്ളത്, എന്റെ ചുറ്റുഭാഗത്തുമുള്ള പ്രവർത്തകന്മാർക്ക് സഹജനങ്ങൾക്ക് എത്രയാണ് കാലഘട്ടം ബാക്കിയുള്ളത്, ആർക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ള കാലത്ത് അറിവ് നേടി ആ അറിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അതെന്റെ കുടുംബത്തോട് പറഞ്ഞ് അയൽക്കാരോട് പറഞ്ഞ് തന്റെ നാട്ടുകാരോട് പറഞ്ഞ് സ്നേഹത്തോടെ ഇസ്ലാമിന്റെ സന്ദേശം അത് എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയങ്ങളിലും സമൂഹത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള ദിശാബോധം ലഭിക്കേണ്ടതുണ്ടോ അതൊക്കെയും നമ്മൾ നൽകേണ്ടതുണ്ട്. ആ മാർഗം ഇന്നുമല്ല, പണ്ട് കാലത്ത് എവിടെയൊക്കെ പ്രബോധനപരമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യതയുണ്ടോ ആ കാലഘട്ടങ്ങളിലെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നടത്തിപ്പോന്ന അതേ ദഅവത്ത് തൗഹീദിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ, ബിദ്അത്തിന്റെ കാര്യത്തിൽ, ശിർക്കിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഏത് വിഷയമുണ്ടോ ഓരോ വിഷയങ്ങളും കൃത്യമായി പറയുന്നു. ഏതെങ്കിലും വിഷയം സർഗ വിഷയമാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ പറ്റില്ലെന്ന നിലക്ക് മാറിപ്പോയിട്ട് ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന വിഷയങ്ങൾ മാത്രം പറയുന്ന ഒരു ദഅവത്തിന്റെ രീതി മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. ജനങ്ങളോട് തൗഹീദ് പറയേണ്ടിടത്തങ്ങനെ, സംവാദം നടത്തേണ്ടിടത്തങ്ങനെ, ഖണ്ഡനം പറയേണ്ടിടത്തങ്ങനെ, പ്രാഥമിക പാഠങ്ങൾ കൊടുക്കേണ്ടിടത്ത് അങ്ങനെ, പ്രാഥമികമായ പാഠങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയവർക്ക് ഉൾക്കാഴ്ചയുള്ള വലിയ രൂപത്തിലുള്ള വിശ്വപഠനം വേണമെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള മജാലിസുൽ ഇൽമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹാന്മാരുടെ അഖീദയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചർത്ഥം പഠിപ്പിച്ച് അവരെ സമൂഹത്തിന് ബോധവന്മാരാക്കിയിട്ട് ആവശ്യമായ രംഗം ആവശ്യമായ നിലക്ക് സാഹചര്യത്തിന്റെ സന്ദർഭത്തിന്റെ അനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് നിന്ന് ആരൊക്കെ പോയി എന്നത് ഈ പ്രസ്ഥാനം ഒരിക്കലും അതിന്റെ ഒരു കാരണമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വശമായോ നമ്മൾ പരിഗണിക്കുന്നില്ല. അതിന്റേതായ കൃത്യമായ ആ ഒഴുക്ക് ദഅ്വാരംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി തന്നെ ഈ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. എന്താണ് കാരണം? നമുക്കൊക്കെ മരിച്ചു പോകണം. ആ മരിച്ചുപോയാൽ സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കണം. അതിന് നമുക്ക് സമാധാനമുള്ള ഒരു ഖൽബ് വേണം. ആ സമാധാനം എങ്ങനെയാ ലഭ്യമാവേണ്ടത്? അലാ
അറിയണേ ജനങ്ങളെ, വിധിക്കില്ല ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്, ഹൃദയങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഒക്കെ ലഭിക്കുന്നത് ഏതിലൂടെ മാത്രമാണ്? അല്ലാഹുവിനെ ശരിക്കും ഓർക്കുന്നതിലൂടെ മാത്രമാകുന്നു. ആ ഓർമ്മ സമൂഹത്തിൽ നിന്ന് ലഭ്യമാകാൻ പ്രിയമുള്ളവരെ, ആ ഓർമ്മ സമൂഹത്തിൽ നിലനിൽക്കുവാൻ എന്ത് വേണം? കൃത്യമായി തന്നെയുള്ള പഠനങ്ങൾ നടക്കണം. അതിനാവശ്യമായ രൂപത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം അങ്ങനെ തന്നെ മാറണം. അവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തണം. ഒരു കുടുംബിനിക്കതിന് വലിയ ബാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. ഓരോ വീട്ടിലെയും ഉമ്മമാരെ, ആ ഉമ്മമാരുടെ മടിത്തട്ടിലല്ലേ മക്കളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നാം മനസ്സിലാക്കണം, അവരുടേതായ ആ പാരായണത്തിലൂടെ ജീവിക്കുമ്പോൾ അത് സർവലോക പരിപാലകനായ റബ്ബിന്റെ നിയമങ്ങളാണ്, വിധിവിലക്കുകളാണെന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് അവർക്ക് സാക്ഷിയായി കൊണ്ടുവരികയായി. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഉമ്മമാരെ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാനും നമ്മുടെ ഭാര്യയും, നമ്മുടെ ഭാര്യമാരും, നമ്മുടെ ഭർത്താക്കന്മാരും, അതുപോലെ തന്നെ സന്താനങ്ങളുമൊക്കെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് സർവലോക പരിപാലകനായ റബ്ബിനെ ഹംദർപ്പിച്ചുകൊണ്ട്, സ്തുതി അർപ്പിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അദ്കാറു സ്വബാഹി വൽ മസാഇ എന്ന പേരിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഉമ്മമാരെ? നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണയത് പ്രഭാത പ്രദോഷങ്ങളിൽ പറയാൻ പഠിപ്പിക്കപ്പെട്ടു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅനാ അബ്ദുക വഅനാ ലാ അഹ്ദിക വഅദിക മസ്തതഅതു അബൂഉ ലക ബിദംബിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായ ഒരൽപ്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്ന തേട്ടം, ആ ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്ന് പഠിപ്പിക്കപ്പെട്ട ആ പ്രാർത്ഥന പകൽ സമയത്ത് പറഞ്ഞ് ഒരാൾ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ നമുക്ക് തിരിച്ചെല്ലാനുള്ള സ്വർഗത്തിന്റെ അവകാശിയായി അവൻ മാറിക്കഴിഞ്ഞു. ആരെങ്കിലും അത് രാത്രിയിൽ പറയുകയും അതിൽ പറയുന്നതെല്ലാം ശരിക്ക് തെറ്റുകൂടാതെ പറഞ്ഞ് അംഗീകരിച്ച് വിശ്വസിച്ച് ദൃഢമായ നിലയ്ക്ക് തന്നെ അത് രാത്രിയിൽ ഒരാൾ മൊഴിയുകയും പ്രഭാതമാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയാണ്. ആ ഉപ്പമാരെ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ നമുക്ക് ദുആകളില്ലാത്തത്, എവിടെയും നമ്മളും വീട്ടിൽ ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹ്, വാഹനം ഓടിച്ചു പോകുമ്പോഴും, അതുപോലെ തന്നെ സർവ്വ സാഹചര്യങ്ങളിലും അവസാനം ഉറങ്ങുന്നതിന് മുമ്പായി ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുവെടുക്കാൻ പറഞ്ഞു. ഉദുവെടുത്ത് ശാന്തമായി പറഞ്ഞു, സഹോദര, ആയത്തിൽ കുറിച്ച് നീ പാരായണം ചെയ്യ്, ശൈത്താൻ നിന്നെ സമീപിക്കുകയില്ല. നിനക്ക് റബ്ബിൽ നിന്നൊരു പ്രത്യേക കാവൽക്കാരൻ പ്രഭാതമാകുവോളം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉദുവെടുക്കാൻ നമ്മുടെ ശീലിച്ചോ, നാം ശീലിച്ചോ? വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറഞ്ഞു, കിടക്കുന്ന വിരിപ്പൊന്ന് കൊടയാൻ പറഞ്ഞു, എന്തെന്ത് നിർദ്ദേശങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഭക്ഷണമുള്ള വെള്ളപാത്രങ്ങൾ, ഭക്ഷണപാത്രങ്ങൾ മൂക്കിവെക്കണേ, ബിസ്മില്ല ചൊല്ലിക്കൊണ്ടെന്ന് പറഞ്ഞു. വർഷത്തിലൊരിക്കൽ ഇറങ്ങുന്ന മഹാമാരികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസം ഏതാണെന്ന് നമുക്കറിയില്ല.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്, വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന മഹാരോഗങ്ങളുണ്ട്, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രോഗങ്ങൾ. അതേതാണെന്ന് നമുക്കറിയില്ല. ആ രോഗം ഈ ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അത് വീണുപോകരുത്, വെള്ളപ്പാത്രങ്ങളിൽ അത് വീണുപോകരുത്. അതുകൊണ്ട് ഭക്ഷണമുള്ള പാത്രങ്ങൾ, വെള്ളപ്പാത്രങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ബിസ്മില്ലാഹ് എന്ന നാമം ചൊല്ലിക്കൊണ്ട് മൂടിവെക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതേത് കാര്യങ്ങളിലൊക്കെ അവിടുന്ന് നിർദ്ദേശിച്ചു. നിന്റെ വലത്തെ കവളിലേക്ക് നിന്റെ വലത്തെ കൈപ്പത്തി ചേർത്തുകൊണ്ട് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കൂ മനുഷ്യ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൂ, ഓതൂ, നിന്റെ കൈകളിൽ നീ ഊന്നിയിട്ട് ഓതൂ. ആ ഇരു കൈകളെയും കൊണ്ട് നിന്റെ തലയിൽ തടവൂ, മുഖം തടവൂ, കിട്ടാവുന്ന നിന്റെ ശരീരഭാഗങ്ങളെല്ലാം തടവിക്കൊണ്ട് കടന്നിറങ്ങൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകം കണ്ട നേതാവ്, കുല്ല ലൈലത്തിൻ, മുഴുവൻ രാത്രിയിലും അത് ചെയ്യാതെ ഉറങ്ങിയിട്ടില്ല. ഒരൊറ്റ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതായിട്ടില്ല. അവർക്ക് ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് പോലും ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേദന വരുമ്പോൾ ഇഖ്ലാസും മോദി മന്ത്രിച്ചിട്ടുണ്ട്. അവിടുത്തെ കൈകളിൽ ഊതി അതുകൊണ്ട് ശരീരം തടവിയിട്ടുണ്ട്. അവിടുത്തെ രോഗം കഠിനമായ സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ട് ഓദിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലുള്ള ബറക്കത്ത് മനുഷ്യരും ലോകത്തില്ലല്ലോ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ സൂറത്തുകൾ ഓതിക്കൊടുത്തു എന്നതല്ലാതെ കടവൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ കൊണ്ട് തന്നെ കടവി കൊടുത്തു. ഒരു രാത്രിയിൽ പോലും അത് ചെയ്യാത്ത ദിവസം ഉണ്ടായിട്ടില്ല. കുല്ല ലൈലത്തിൻ എന്നല്ലേ ഹദീസിൽ കാണുന്നത്. ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, എല്ലാ കക്ഷിത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇതിലൂടെയൊക്കെ നമുക്കൊരു ഉൾക്കാഴ്ചയുണ്ടാകും. കൃത്യമായ അടവുകൾ പാലിക്കുന്നതിലൂടെ ദുരാരോപണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും. അതേ അതിരാവുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമികാഈല വഇസ്റാഫീൽ ഫാത്തിറ السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. നേതാവിനോട് സ്നേഹമുണ്ടോ, ഹബീബിനോട് സ്നേഹമുണ്ടോ? അത് തൊലിപ്പുറമേ വാചകപ്പുറത്തുള്ള സ്നേഹം കൊണ്ടായില്ല. അതെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിസ്സാരമെന്ന് തള്ളിക്കളയാതെ ജീവിതത്തിൽ നിനക്ക് നല്ല ബസാറത്ത് കിട്ടണോ, നല്ല ഈമാനികമായ ദാർഢ്യം കിട്ടണോ, ആരൊക്കെ നിന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും പതറാതെ ആദർശത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ നിനക്ക് തൗഫീഖ് വേണോ? മഹാനായ റബ്ബുൽ ആലമീൻ അവൻ അനുയോജ്യമായ നിലയ്ക്ക് രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് അവൻ ചോദിക്കും, ഫഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ തരാം, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തരേറൊക്കെ തേടുന്നവരുണ്ടോ ഞാൻ കൊടുത്തു തരാം, ഫഹൽ മിൻ താഇബ്, തൗബ ചെയ്യുന്നവരുണ്ടോ ഞാൻ തൗബ സ്വീകരിക്കാമെന്ന് പറയുന്ന നേരത്ത്, അതേ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്തൊന്ന് എഴുന്നേറ്റ് ഒരല്പനേരമെങ്കിലും ഒന്ന് നിസ്കരിച്ചു സഹോദരാ. അവിടുന്ന് പറഞ്ഞില്ലേ, അഫ്ശുസ്സലാം, നിങ്ങൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കണേ, വാപ്പടി മുത്താം, നിങ്ങൾ അന്നം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ, സലാമോടുകൂടി ശാന്തിയോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ആരാരും അറിയാതെ, ഒരു പക്ഷേ തന്റെ ഭാര്യ പോലും അറിയാതെ, തന്റെ ഭർത്താവ് അറിയാതെ, തന്റെ മക്കൾ അറിയാതെ, ഉപ്പയറിയാതെ, ഉമ്മയറിയാതെ എഴുന്നേറ്റ് ഉളുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഓരോ സഹോദരനും വന്ന് ഇന്നത്തെ രാത്രി മുതൽക്ക് തന്നെ വന്ന് ചോദിക്കാൻ തുടങ്ങുക, എന്ത് അല്ലാഹുവേ, ജിബ്രീലിന്റെ റബ്ബേ, മീകാഈലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ നാഥ,
ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്ന റബ്ബേ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നവൻ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നവൻ. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സമൂഹം അഭിപ്രായ വ്യത്യാസത്തിലാണ്, പലരും പലതിന്റെ പേരിലും തർക്കിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴും ഞാൻ പതറിപ്പോകുന്നു റബ്ബേ. അതുകൊണ്ട് അത്തരം തർക്കമുള്ള വിഷയങ്ങളിൽ ഇഹ്ദിനീ ലിമാ ഖുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇذنിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നുണ്ട്. എത്ര കാലമാണ് ഈ വാശി, എത്ര കാലമാണ് ഈ വൈരാഗ്യം, എത്ര കാലമാണ് ഈ ഉമ്മയെ മാറ്റിവെക്കൽ, എത്ര കാലമാണ് ഈ മക്കളെ പുറത്താക്കൽ, എത്ര കാലമാണ് ഈ ജ്യേഷ്ഠനും മനുഷ്യനും പരസ്പരം തള്ളിപ്പിരിയൽ, എത്ര കാലമാണ് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് വന്നിരുന്നവർ ഈ ഭിന്നിച്ച് നിൽക്കൽ. റബ്ബേ, മടുത്തു കഴിയില്ല റബ്ബേ. നീ എനിക്ക് വഴി കാണിച്ചു തരണേ, നീ എന്നെ ചേർത്ത് തരണേ. നിന്റെ പ്രത്യേക തൗഫീക്ക് പ്രകാരം ഏതാണോ അതിലേക്ക് നീ എന്നെ വഴി നടത്തണേ. കാരണം എന്താണ്? ഹിദായത്തിന് വേണ്ടി നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഒരാളോടും ചോദിക്കാനില്ലല്ലോ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീയാണല്ലോ നീ ഉദ്ദേശിക്കുന്ന പേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നത്. ഇത് നിങ്ങളൊന്ന് ചോദിക്കുക. പാതിരാവുകളിൽ എഴുന്നേറ്റ് ഉതുവെടുത്ത് ആരാരും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന അതേ സല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ആളുകളൊക്കെ ഉറക്കിന്റെ ആസ്വാദനത്തിൽ അങ്ങനെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്ക് സഹോദര, എഴുന്നേൽക്ക് സഹോദരി, നിന്റെ റബ്ബിനോടൊന്ന് പൊട്ടിക്കരയ്. ഞാൻ ആരെയാണ് മുശ്രിക്കെന്ന് വിളിച്ചത്? ഞാൻ ആരെയാണ് ഒരു പ്രമാണവുമില്ലാതെ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ശിർക്കിന്റെ ദുരാരോപണം പറഞ്ഞത്? ആരെയാണ് ഞാൻ പലതും വിളിച്ച് പരിഹസിക്കുന്നത്? നീ എനിക്ക് സത്യം മനമുരുകിക്കൊണ്ട് നിങ്ങളങ്ങ് ദുആ ചെയ്യ്. കാര്യങ്ങളൊന്ന് പഠിക്കാനൊരുങ്ങ്. കൃത്യമായി കാര്യം മനസ്സിലാകും. പ്രിയമുള്ളവരെ, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അതേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ നിയത്തോടുകൂടെ കിടക്ക്. ദിക്റുകൾ നീ ചൊല്ല്. സുബ്ഹാനല്ലാഹ് 33 പറയ്, അൽഹംദുലില്ലാഹ് 33 പറയ്, അല്ലാഹു അക്ബർ 34 പറയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയിട്ടേ ഇല്ല. അത് കേട്ടവരൊക്കെ സഹാബിയുടെയും ജീവിതത്തിൽ അവരത് ഒഴിവാക്കിയിട്ടില്ല. ഏത് തിരക്ക് പിടിച്ച ദിവസത്തിലും അതവർ ചെയ്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാനും ഫാത്തിമയും ഒക്കെ കേട്ടതിന്റെ ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചൊല്ലാതെ ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. ആ നേരത്തൊരു സഹാബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറെ ടെൻഷൻ ഉണ്ടായിരുന്ന, ഏറെ തിരക്കുണ്ടായിരുന്ന, ഏറെ ഭാരിച്ച ഔദ്യോഗിക ഉത്തരവാദിത്തം കൈയാളാനുണ്ടായിരുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നില്ലേ? സിഫീൻ എന്ന് പറയും യുദ്ധത്തിന്റെ രാത്രി. അന്ന് നിങ്ങൾക്ക് എന്തായാലും ഇത് ചൊല്ലാൻ കഴിവ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല പറയാണ്, സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അങ്ങനെ കൃത്യമായി കേട്ടാൽ അത് പ്രവർത്തിക്കുന്ന സഹാബിമാര് ഉമ്മ ഹദീജ റളിയല്ലാഹു അൻഹാ സഹാബ വനിത, അതേ നമ്മുടെ ഉമ്മ എന്താ പറഞ്ഞത്? 12 റക്അത്ത് നിസ്കാരത്തെ കുറിച്ച് അവർ പഠിച്ചു. ഏതാ 12 റക്അത്ത് നിസ്കാരം? 10 നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമൊക്കെയായി. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഈ 12 റക്അത്ത് ആരെങ്കിലും പതിവാക്കി സ്ഥിരോത്സാഹത്തോടുകൂടി അത് നിത്യമായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അല്ലാഹു സ്വർഗത്തിൽ ഭവനം പണിതു കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തുന്നു. ഉമ്മമാരെ, നമ്മൾ എത്ര ഹദീസുകൾ കേട്ടു, എത്ര ദിക്റുകൾ കേട്ടു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പറയുമ്പോഴും സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി ഒരു യുദ്ധപ്പണി ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൻസും മിൻ കുനൂസിൽ ജന്ന.
സ്വർഗീയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു. അത് മീസാനിൽ എത്ര വലിയ വെയിറ്റുള്ള ദിക്റുകളാണ്, പറയാൻ എത്ര എളുപ്പമാണ്, റഹ്മാനായ റബ്ബിന് എത്ര പ്രിയങ്കരമാണ്. ഹദീസിൽ നിന്ന് നമ്മളത് പഠിച്ചില്ലേ? ഹദീസുകളിൽ നിന്ന് നമ്മളത് പഠിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ ഉമ്മമാരെ? നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നിട്ടുണ്ടോ ഉപ്പമാരെ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇവിടെയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം ലഭിക്കുന്നത്. അവിടെയാണ് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ആത്മശാന്തിക്ക് ആവശ്യമായ ഔഷധങ്ങൾ ആത്മീയ രംഗത്ത് നമ്മൾ സേവിക്കാതെ പോകുന്നു. കുടുംബങ്ങളിൽ തമ്മിൽ തല്ലൽ വരുന്നു, പരസ്പരം പുലർപ്പുണ്ടാകുന്നു, പരസ്പരം തമ്മിൽ തല്ലും ഒരവസ്ഥയുണ്ടാകുന്നു. വാപ്പയും മക്കളും തമ്മിൽ ബന്ധമില്ലാതെയാകുന്നു, ഉമ്മയും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയാകുന്നു. ദാമ്പത്യ രംഗത്ത് വിള്ളലുകൾ വീഴുന്നു. അത് കണ്ട് വളരുന്ന മക്കൾക്കിടയിലെ സമാധാനവും നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ സമാധാനം വീട്ടിലില്ലാതെ വരുമ്പോ സമാധാനത്തിന്റെ തുരുത്തുകൾ തേക്കേറ്റ് പുറത്തേക്ക് പോകുമ്പോഴാണ് വഞ്ചകന്മാരിൽ അവരെ മാടി വിളിക്കുന്നത്. വന്നോ നിനക്ക് കാശ് തരാം, വന്നോ നിനക്ക് സുഖ സൗകര്യങ്ങൾ തരാം, വന്നോ നിനക്ക് ആയിരങ്ങൾ തരാം. അങ്ങനെ അവരുടെ പിന്നാലെ നമ്മുടെ കൊച്ചുമക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഉപ്പമാരിൽ നിന്ന് കിട്ടേണ്ട സ്നേഹങ്ങൾ കിട്ടാതെ പോയപ്പോ ആദർശരംഗത്തുള്ള മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനാവാതെ അവരുടെ ഭക്ഷണവും വസ്ത്രവും മാത്രം ശ്രദ്ധിച്ച്, അവരുടെ ചികിത്സയും മാത്രം ശ്രദ്ധിച്ച്, അവരുടെ മതബോധം അത് വേണോ ഉപ്പമാരെ? അത് വേണോ ഉമ്മമാരെ? നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്, നാമാണ് ചിന്തിക്കേണ്ടത്. അതിനാവശ്യമായി നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ മക്കളുടെ കൈകളിൽ കൊടുത്തേൽപ്പിക്കുന്ന ഉപകരണങ്ങൾ അത് നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ തിന്മയിലേക്കാണോ ഉപയോഗപ്പെടുന്നത്? നമുക്ക് അറിയുവേണ്ടേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപ്പാക്ക് വേണ്ടി റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എന്നോട് പൊറുക്കണേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു തരണേ, പൊറുത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മക്കൾ വേണോ? അതോ അവരെ പറ്റി ചിന്തിക്കാതെ, അവരെ ഓർക്കുക പോലും ചെയ്യാതെ, അവരുടെ സ്വത്തിന്റെ കാര്യത്തിൽ മാത്രം തമ്മിൽ തല്ലി പിന്നീട് ആ സ്വത്തും പങ്കിട്ടെടുത്തുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കൽ പോലും ഓർക്കാതെ നടക്കുന്ന മക്കളെ വേണോ? കൃത്യമായി ഒന്ന് ചിന്തിച്ചോ. അതുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തപ്പെടുന്ന സംരംഭങ്ങളിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോത്കോണുകളും CRE സംവിധാനങ്ങളും അതുപോലെ തന്നെ ആ നിലക്കുള്ള തുടർ വിദ്യാഭ്യാസ പഠന പരിപാടികളുമൊക്കെ സമൂഹത്തിന് കൃത്യമായി തന്നെ പഠനങ്ങൾ നടത്തിയിട്ട് ആ രംഗത്തുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ പതിയേണ്ടത്. ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആളുകളൊക്കെ ചിന്തിക്കുന്നതെന്താ? മറ്റാരെങ്കിലും അറിയുമോ? ആളുകൾ കാണുമോ? റബ്ബ് കാണുന്നുണ്ടോ? റബ്ബ് അറിയുന്നുണ്ടോ എന്ന ചിന്തയില്ല. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചില്ലേ? വമാ തകൂന ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നീ ഏതൊന്നിൽ മുഴുകുകയാണെങ്കിലും, നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഏതൊരു പ്രവൃത്തി നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നിങ്ങളുടെ മേൽ സാക്ഷിയായിക്കൊണ്ട് ഞാനില്ലാതെ ഒന്നും നടക്കുന്നില്ല. ആ ബോധം പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി ഉണ്ടാവട്ടെ. അപ്പോഴേ ഈ സമൂഹത്തിന് കൃത്യമായ രൂപത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. നമ്മൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് പ്രിയമുള്ളവരെ? അവിടുന്ന് പറഞ്ഞില്ലേ? എന്താ നമ്മോട് പറഞ്ഞത്? സഹോദരന്മാരുടെ മനസ്സിൽ കോഴിയിടേണ്ടുന്ന ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ 6 കാര്യങ്ങൾക്ക് എന്നോട് വാക്ക് തരൂ,
നിങ്ങളോട് സ്വർഗത്തിന്റെ കാര്യത്തിൽ റബ്ബിന്റെ ഇതിന് പ്രകാരം ഞാനും നിങ്ങൾക്ക് വാക്ക് തരാം. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? നിങ്ങൾ സംസാരിക്കുന്നതായാൽ അത് വ്യക്തിയെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും സത്യമല്ലാതെ പറഞ്ഞു പോകല്ല, അങ്ങനെ പറയണോ. വാവുപൂയിതാവത്തും നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാർ പൂർത്തിയാക്കണേ. വധൂയിതൽക്കും നിങ്ങൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം അമാനത്ത് നിങ്ങൾ കൃത്യമായി തന്നെ നിലനിർത്തണേ. വഹ്ഫുറൂജക്കും നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. അബ്സാറക്കും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണേ, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണേ. എല്ലാ അപകടങ്ങൾക്കും കാരണമാകുന്നത് മനുഷ്യന്റെ ഒരു അവിഹിതമായ നോട്ടമാണ്. അറിയാതെ നോക്കിപ്പോകുമ്പോ ഉടനെ തന്നെ നിന്റെ കണ്ണുകളെ നീ പിൻവലിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ നീ ഒരുക്കി വെച്ചിട്ടുള്ള സുഖലോലുപമായ സ്വർഗത്തിൽ അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖങ്ങളുടെ മുമ്പിൽ ദുനിയാവിലെ എത്ര നിസ്സാരമാണ്. ഇത് നോക്കിയിരുന്നാൽ എനിക്ക് അവിടെ കിട്ടുന്നത് നഷ്ടമാകുമല്ലോ എന്ന ഏറ്റവും വലിയ തഖ്വയോടെ വിനയത്തോടെ നിന്റെ കണ്ണുകൾ നീ പിൻവലിക്കൂ, നിന്റെ ലൈംഗികാവയവങ്ങളെ നീ കാത്തു സൂക്ഷിക്കൂ. വൈദിയക്കും ഒരാൾക്കെതിരെയും നിന്റെ ഭാഗത്തു നിന്നൊരു പീഡനമുണ്ടാവല്ലേ. നിന്റെ കൈകളെ നീ അടക്കി വെക്കൂ. മുസൽമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതല്ലേ? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഇതര മനുഷ്യന്മാർ അവന്റെ നാവിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ കൈയിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം. ഒരാൾക്കും ആ നിലക്കുള്ള ഒരു വേദനയുണ്ടാകാതെ നീ ശ്രദ്ധിച്ച് ജീവിക്കണേ. ഈ 6 കാര്യങ്ങളും വിശദീകരിക്കപ്പെടേണ്ടവയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നിങ്ങളെനിക്ക് വാക്ക് തരൂ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, റബ്ബിന് വേണ്ടി സർവം സമർപ്പിക്കുന്ന ഒരു ജീവിതം, ആ റബ്ബിനെ ഭയപ്പെടുമ്പോൾ തിന്മയിൽ നിന്ന് വിട്ടുപിടിക്കാതിരിക്കാൻ നമുക്കാവില്ല. മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى فإن الجنة هي المأوى. തന്റെ റബ്ബ് കാണുന്നുണ്ട്, തന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ആർക്കും വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും പേടിച്ചിട്ടല്ല, എന്റെ റബ്ബിന് വേണ്ടി എന്റെ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന ആ കൃത്യമായ നിലക്ക് നിന്റെ റബ്ബിനെ നീ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ തടയിട്ടുകൊണ്ട് ജീവിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സ്വർഗമാണവന് ചെന്ന് ചേരാനുള്ള കേന്ദ്രമെന്ന് അല്ലാഹു പറയുന്നു. അതേ അവസരത്തിൽ തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു, തോന്നിയതെല്ലാം ചെയ്യുന്നു, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന അഹങ്കാരത്തോടെ അതിരുകവിഞ്ഞ് ധിക്കാരിയായിക്കൊണ്ട് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം അറിയാം, ആരും എന്നെ പഠിപ്പിക്കണ്ടെന്ന ധാർഷ്ട്യത്തോടുകൂടി ഭൗതികമായ ലോകത്തിന്റെ സൗകര്യങ്ങളെ മാത്രം കണ്ണിൽ കണ്ടുകൊണ്ട് ദുനിയാവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് റബ്ബിന്റെ ദീനിന്റെ കൽപ്പനകളെ ആര് കാറ്റിൽ പറത്തി ജീവിക്കുന്നുവോ അവനാരായിരുന്നാലും ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ജഹീമാണവർക്ക് ചെന്നു ചേരാനുള്ള കേന്ദ്രം. ആ നിലക്ക് റബ്ബിനെ ഭയപ്പെട്ട നമുക്ക് ആ സ്വർഗത്തിലേക്ക് തിരിച്ചില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം എന്ത് ചെയ്യണം? പഠനം നന്നായി പഠിക്കുക, ആ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെപ്പറ്റിയും ദുരാരോപണം പറയാതിരിക്കുക, ഊഹിച്ചു പറയാതിരിക്കുക, പറയുന്നത് വളരെ കണിശമായി പഠിച്ചു പറയുക, എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക, കേൾക്കാൻ തയ്യാറാവുക. ഈ വാശിയും ഈ വൈരാഗ്യങ്ങളുമൊക്കെ ഒരു ശ്വാസം മേലോട്ട് വലിച്ച് അത് താഴോട്ട് വിടാൻ സമയം കിട്ടാതെ വരും.
വിടുമ്പോൾ, അല്ലെങ്കിൽ താഴോട്ട് വിട്ടൊരു ശ്വാസം ഇത് മേലോട്ട് വലിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ തീർന്നുപോയി. പ്രിയമുള്ളവരെ, തീർന്നുപോയി. പിന്നെ ആര് വന്നിട്ടെന്താ, ആര് കണ്ടിട്ടെന്താ? നാം നമ്മുടെ അമലുകളുമായി കൂടെയാണ് നമ്മുടേതായ ഖബറിലേക്ക്, നമുക്ക് വിചാരണ നേരിടേണ്ടി വരുന്ന പാരസ്പരികമായ ലോകത്തിലേക്ക്. അവിടെ എനിക്ക് എന്റെ കണക്ക് പറയണം, അവിടെ എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, അവിടെ എനിക്ക് വേണ്ടി വാക്ക് പറയാൻ അവിടെ ആരുമില്ല. അതേ അവസരത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സജ്ജനങ്ങൾ റബ്ബിന്റെ അനുമതി പ്രകാരം നമുക്ക് വേണ്ടി അവിടെ ശുപാർശ പറയും എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും സബർ നമുക്ക് വേണം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് പറയപ്പെടുന്നത് സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ സഹിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, സ്വാഗതം. നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സഹനം വേണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അപാരമായ സഹനം വേണം. ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ, കാലയുഗത്തുകളിൽ സഹിക്കാൻ നമുക്ക് അപാരമായ കരുത്ത് വേണം. അങ്ങനെ ഏത് ഘട്ടങ്ങളിലും, ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും, ഏത് പ്രതിസന്ധി വരുമ്പോഴും സർവലോക പരിപാലകനായ റബ്ബേ, നിനക്ക് വേണ്ടി നീയാണ് എല്ലാം എന്ന അർത്ഥത്തിൽ അവനിലേക്ക് മാത്രം തവക്കുലാക്കി ഏൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനമേകുന്ന ദിക്റുകളാണ്. ആ ദിക്റുകളുടെ ആശയം ഗ്രഹിച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ആ പാതയിലേക്ക് നീ എനിക്ക് അടിയുറപ്പ് ഏറ്റവും നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയാൽ സഹോദരന്മാരെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് വലിയ തൗഫീഖ് ഉണ്ടാകും. ആ ഒരു ശ്രമങ്ങളിലാണ് എല്ലാവരും ഏർപ്പെടേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാവരും പരിശ്രമിക്കണേ എന്ന് സ്വന്തം സ്നേഹത്തോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട്, രോഗികളായവരുണ്ട്, ക്യാൻസർ പോലും ബാധിച്ചവരുണ്ട്, പല രൂപത്തിലുള്ള രോഗങ്ങൾ അടിമപ്പെട്ടവരുണ്ട്. റഹ്മാനായ റബ്ബിനറിയാം എല്ലാവരെയും. റബ്ബ് സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദീനിനെ ഇസ്സത്തോടുകൂടി അറിയാനും അറിയിക്കാനും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും മരിക്കുന്ന നേരത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന വിളിയാളം കേട്ടുകൊണ്ട്, സന്തോഷത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, സന്തോഷത്തിന്റെ വചനങ്ങൾ കേട്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അറിവില്ലാതെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരെല്ലാം സത്യം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരവസ്ഥ റബ്ബുൽ ആലമീൻ അവന്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ട് സംജാതമാക്കുമാറാകട്ടെ. നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അതുപോലെ തന്നെ സഹപ്രവർത്തകന്മാര്, പണ്ഡിതന്മാര്, നേതാക്കൾ, അല്ലാഹു എല്ലാവരെയും നല്ല നിലയ്ക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം ഖുർആനിന്റെ സന്ദേശം സമൂഹങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളിലേക്ക് ഈ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ ഇവിടെ ഒരാഴ്ചയോളം നടന്ന ഈ ഖുർആൻ എക്സിബിഷൻ, അതിനുവേണ്ടി അധ്വാനിച്ചവർ, അതിനുവേണ്ടി പണിയെടുത്തവർ, വീടാന്തരം കയറി സന്ദേശം കലർപ്പില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ അവരവരെ കൊണ്ട് കഴിയാവുന്ന നിലയ്ക്ക് എത്തിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർ, വീടുകളിൽ ഇരിക്കുന്നവർ, രോഗികൾ, എല്ലാവരും റഹ്മാനായ റബ്ബ് എല്ലാവർക്കും സമ്പൂർണമായ ആശ്വാസവും പ്രതിഫലവും നൽകിക്കൊണ്ട് അവന്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാന്മാരിൽ, മഹതികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെയെന്നും സത്യമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും, അസത്യത്തെ അസത്യമായി ഗ്രഹിച്ച് അത് തള്ളിക്കളയാനുമുള്ള തൗഫീഖ്
അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും ബർക്കത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രാജ്യത്തിന്റെ എല്ലാ ഫിത്നകളിലും, എല്ലാ തീവ്രവാദ, ഭീകരവാദ, ന്യൂനപക്ഷ, ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നെല്ലാം, അതുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന ശത്രുക്കളിൽ നിന്ന് ഈ രാജ്യത്തെ, ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد. السلام عليكم ورحمه الله وبركاته. ദഅവാ കോൺഫറൻസിന് നന്ദി രേഖപ്പെടുത്തുന്നത് നാസർ ബാലുശ്ശേരി അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.